മെന്ററിന്റെ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിന്ദി പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന 10ാം ക്ലാസ്സിലെ കുറച്ച് ഡിസ്കോഴ്സുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം, നമുക്ക് കത്ത് എങ്ങനെ എഴുതാം. നോക്കൂ, പത്രക്ക് രൂപരേഖ, പത്രന്റെ ഒരു രൂപരേഖ എങ്ങനെ തയ്യാറാക്കാം. മിത്രക്ക് നാം പത്ര ലിഖിയെ. അപ്പൊ ആർക്കൊക്കെ നമുക്ക് കത്ത് ചോദിക്കും? 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ഏതൊക്കെ പാഠങ്ങളിൽ നിന്നാണ് കത്തുകൾ ചോദിക്കുക, ആ കത്ത് നമുക്ക് എങ്ങനെ എഴുതാം, അതാണ് നമുക്ക് ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ. നോക്കൂ, കത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇരിക്കുന്ന ഭാഗത്തിന്റെ പേപ്പറിന്റെ നമ്മളെ വലത് സൈഡിൽ, വലത് കൈന്റെ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? സ്ഥാൻ ഡോട്ട് കൊടുക്കുക. സ്ഥാൻ എന്ത് ചെയ്യുക? ഡോട്ട് കൊടുക്കുക. സ്ഥാൻ ഇവിടെ ഡോട്ട് കൊടുക്കുന്നു. ദെൻ താരീഖ്, താരീഖ് എന്ന് പറഞ്ഞാൽ തീയതി, ഡേറ്റ് അല്ലേ, അത് ഡോട്ട് കൊടുക്കുന്നു. അവിടെ അത് എഴുതണം നിർബന്ധമില്ല. സ്ഥാൻ, താരീഖ് നമുക്ക് നിർബന്ധമായി സ്ഥലത്തിന്റെ പേരോ അതുപോലെ ഡേറ്റോ നമ്മൾ നിർബന്ധമായും എഴുതേണ്ടതില്ല. ഇത്രയും എഴുതി ചേർത്താൽ മതിയാകും. ഇതിന്റെ ഫോർമാറ്റ് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? സ്ഥാൻ ഡോട്ട് 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 താരീഖ് ഡോട്ട് 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 എന്ന് പറഞ്ഞാൽ അത് എഴുതാനുണ്ട് എന്നുള്ളതാണ്, നമ്മൾ എഴുതി ചേർക്കണം നിർബന്ധമില്ല. പിന്നെ അത് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ലൈനിൽ താഴെ ഏത് മാർജിനോട് ചേർന്ന്, ഇടത് സൈഡിൽ മാർജിനോട് ചേർന്ന് പ്രിയ മിത്ര കോമ, അങ്ങനെ തന്നെ പറയണം, എന്നാലും നമുക്ക് എഴുതുന്ന സമയത്ത് കോമ വരുള്ളൂ. അപ്പൊ പ്രിയ മിത്ര കോമ നമസ്കാർ അത് എഴുതുന്നു. ദെൻ തും കൈസേ ഹോ, നിങ്ങൾക്ക് സുഖമല്ലേ? തും കൈസേ ഹോ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതണം. നിങ്ങൾക്ക് സുഖമല്ലേ? കൂട്ടുകാരന് കത്ത് എഴുതുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, കൂട്ടുകാരാ നിനക്ക് സുഖമല്ലേ അല്ലേ? അതുപോലെ മേ യഹാം ഠീക്ക് ഹും, എനിക്കിവിടെ സുഖം തന്നെയാണ്. മേ യഹാം ഠീക്ക്, ഠീക്ക് എന്ന് പറഞ്ഞാൽ സുഖം. മേ യഹാം ഠീക്ക് ഹും. അബ് തോ ഇസ് പത്ര മേ ഏക് വിശേഷ് ബാത് ലിഖ് രഹാ ഹും, ഒരു സ്പെഷ്യൽ കാര്യം എഴുതാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് എന്ന് അത് എഴുതി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ താഴെ ഇവിടെ എന്ത് ചെയ്യണം? കണ്ടന്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. ആർക്കാണോ കത്ത് എഴുതുന്നത്, എന്ത് കാര്യം പറഞ്ഞിട്ടാണോ കത്ത് എഴുതുന്നത്, ആ കണ്ടന്റ് ആണ് നമ്മൾ ഇവിടെ എഴുതി ചേർക്കുന്നത് അല്ലേ? അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് എൻ്റർ വേണമെങ്കിൽ എന്ത് ചെയ്യാം? അച്ഛനോടും അമ്മയോടും അന്വേഷണം പറയണം. പിതാജീസേ, പിതാജിക്കോ മേരാ സാദർ പ്രണാം, പിതാജിക്കോ അല്ലെങ്കിൽ മേരെ മാം ബാപ്കോ, ആപ്കെ മാം ബാപ്കോ മേരാ പ്രണാം, അങ്ങനെയും പറയാം. പിതാജിക്കോ മേരാ സാദർ പ്രണാം, പിതാജിയോടും അതൊക്കെ എന്ത് ചെയ്യണം? എൻ്റെ അന്വേഷണം അറിയിക്കണം. അത് ലാസ്റ്റ് എൻഡിങ്ങിലാണ്. അപ്പൊ ഇത്രയും സ്ഥലത്ത് എന്ത് ചെയ്യണം? കണ്ടന്റ്, ആർക്കാണോ ആരോട് എന്ത് പറഞ്ഞാണോ കത്ത് എഴുതുന്നത്, ആ കത്തിന്റെ കാര്യമാണ് ഇവിടെ കണ്ടന്റ് ആയിട്ട് നമ്മൾ ചേർക്കേണ്ടത്. അതിനുശേഷം വലതു സൈഡിൽ ലാസ്റ്റ് എൻഡിങ്ങിൽ എന്ത് ചെയ്യണം? തുമ്ഹാര മിത്ര കോമ, ഇവിടെ കോമ ഇല്ല, ഒരു കോമ കൊടുക്കണം. അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞു പഠിക്കണം. തുമ്ഹാര മിത്ര കോമ, നിങ്ങളുടെ കൂട്ടുകാരൻ. ഹസ്താക്ഷർ, ഹസ്താക്ഷർ എന്ന് പറഞ്ഞാൽ ഒപ്പ് എന്നാണ്, സിഗ്നേച്ചർ. നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതാറുണ്ട് അല്ലേ, ഇങ്ങനെ വരുന്ന സാധനം എഴുതാറുണ്ട് ഇംഗ്ലീഷിൽ. അതുപോലെയാണ് ഇത് എഴുതുന്നത്. ഹസ്താക്ഷർ, ഹസ്താക്ഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്പ് എന്നാണ്. അതിന് താഴെ എന്ത് ചെയ്യണം? നാം എഴുതി ചേർക്കണം. നാം, അങ്ങനെ തന്നെ എഴുതണം. ഹസ്താക്ഷർ നാം. അതിനുശേഷം മാർജിനോട് ചേർന്ന് ഇടത് സൈഡിൽ സേവാമേം, സേവാമി എന്ന് പറഞ്ഞാൽ ടു അഡ്രസ് ആണ്. ആർക്കാണോ എഴുതുന്നത് അവരുടെ പേര് വെക്കാനുള്ളതാണ് സേവാമേം. ആ സേവാമേം ഈ ബോക്സിൽ നിന്നും പുറത്ത് എഴുതുക. ബോക്സിൽ നിന്നും സേവാമേം പുറത്ത് എഴുതിയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ അതിന്റെ താഴെ നാം കഴിഞ്ഞിട്ട് ഡോട്ട് കൊടുത്ത് അവിടെ എഴുതണം എന്താണ് എന്നുള്ളത്. അവിടെ പേര് നമുക്ക് കാര്യങ്ങളൊന്നും നമ്മൾ എഴുതണ്ട, ഈ ഒരു ഫോർമാറ്റാണ് എഴുതേണ്ടത്. നാം കഴിഞ്ഞു കഴിഞ്ഞാൽ പത, പത എന്ന് പറഞ്ഞാൽ അഡ്രസ് എന്നാണ്. പത എന്ന് പറഞ്ഞാൽ അഡ്രസ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഒരു കത്തിന്റെ രൂപരേഖ എങ്ങനെയാണ്? ഈ ഒരു ഫോർമാറ്റ്. അപ്പൊ നമുക്ക് വാല്യൂ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ നോക്കിയിട്ടാണ് മാർക്ക് തരുന്നത്. അപ്പൊ ഈ ഒരു ഫോർമാറ്റ് കറക്റ്റ് ആയാൽ തന്നെ നമുക്ക് 2 മാർക്ക് ആ പേപ്പറിൽ വീഴും. കണ്ടന്റ് എഴുതണം, കണ്ടന്റ് എഴുതിയിട്ടില്ലെങ്കിൽ 1 മാർക്ക് പോലും തരികയില്ല. കൂടാതെ ഈ ഒരു സംഗതി മാത്രം, സേവാമേ എന്നുള്ളത് അടുത്തൊരു പേപ്പറിൽ കൊണ്ട് എഴുതരുത്. അപ്പൊ മാക്സിമം നമ്മൾ ഒരു പേപ്പറിൽ തന്നെ ഇത് ഫുള്ളായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക, എന്നെങ്കിലും നമുക്ക് മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് വരാൻ കഴിയുള്ളൂ, ഇടാൻ കഴിയുള്ളൂ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു കത്ത് ഒരു പേപ്പറിൽ തന്നെ ഫുള്ളായിട്ട് ഉൾക്കൊള്ളിക്കാൻ ശ്രദ്ധിക്കണം. അതിന്റെ കുറച്ചു ഭാഗം അപ്പുറത്തെ പേപ്പറിൽ എഴുതരുത്. അഥവാ നിങ്ങൾക്ക് എഴുതാൻ തോന്നുകയാണെങ്കിൽ ഈ കണ്ടന്റിന്റെ അല്ലെങ്കിൽ കുറച്ച് താഴെ വന്നിട്ട് അതിന്റെ പകുതി ഭാഗം അടുത്ത പേപ്പറിലും അതിന്റെ കൺക്ലൂഷൻ ഇങ്ങനെ ഉണ്ടായിരിക്കണം. അതോടുകൂടി നമുക്ക് കത്ത് എഴുതി തീരും. അങ്ങനെ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 4 മാർക്ക് കിട്ടും. അപ്പോൾ ഒരു ഡിസ്കോഴ്സ് അതാണ്. നമുക്ക് ഫസ്റ്റ് ലെസണിൽ തന്നെ ഉണ്ട് ഗിഡ്കി എന്ന് പറഞ്ഞ്, അഞ്ജു ഗർബന്തയുടെ ഗിഡ്കി എന്ന് പറഞ്ഞ ഒരു കഥയിലെ അച്ഛൻ ട്രെയിനിൽ ഇങ്ങനെ കണ്ടുപോകുന്ന സമയത്ത്
സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഓർമ്മ വരുന്നു. അപ്പം അച്ഛനെ ഓർമ്മ വരുന്ന ആ കാര്യം അവൻ്റെ ആ അച്ഛൻ്റെ കൂട്ടുകാരന് കത്ത് എഴുതുന്നുണ്ട്. ആ ഒരു കത്ത് നമുക്ക് എഴുതണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം, പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം കത്ത് എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇവിടെ ശ്രദ്ധിക്കുക, കത്ത് എഴുതുമ്പോൾ നമ്മൾ വലതു സൈഡിൽ സ്ഥാൻ താരീഖ് എന്ന് കൊടുക്കണം. സ്ഥാൻ ഡോട്ട് ഡോട്ട് താരീഖ് എന്ന് കൊടുക്കണം. ദെൻ ഇടത് സൈഡിൽ മാർജിനോട് ചേർന്ന് പ്രിയ മിത്ര. അപ്പൊ കൂട്ടുകാരനാണെങ്കിൽ പ്രിയ മിത്ര കോമ, അമ്മയ്ക്കാണെങ്കിൽ പ്യാരി മാ കോമ. നമ്മുടെ മോഡൽ എക്സാമിലേക്ക് വന്നിരുന്ന അമ്മയ്ക്കായിരുന്നു. അപ്പം പ്യാരി മാ കോമ. ദെൻ കൂട്ടുകാരിക്കാണെങ്കിൽ പ്രിയ സഹേലി. ഓക്കെ, അത് എഴുതി കോമ കൊടുക്കണം. കോമ പ്രത്യേകം പറയണം. പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞ് പഠിച്ചില്ലെങ്കിൽ നമുക്കത് എഴുതാൻ സാധിക്കില്ല പരീക്ഷാ പേപ്പറിൽ. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം? നമസ്കാർ, മറ്റു കാര്യങ്ങൾ എഴുതുന്നു. അതിന് ശേഷം കണ്ടന്റ് എഴുതുന്നു. കണ്ടന്റിന് ശേഷമാണ് അച്ഛനോടും അമ്മയോടും എൻ്റെ റിഗാർഡ്സ് അല്ലേ, എൻ്റെ അന്വേഷണം അറിയിക്കണം എന്നുള്ള കാര്യം ഇവിടെ എഴുതി ചേർക്കുന്നു. ദെൻ ഏത് വലത് സൈഡില് അറ്റത്ത് തുമ്ഹാര മിത്ര കോമ. പിന്നെന്ത് ചെയ്യണം? ഹസ്താക്ഷർ ബ്രാക്കറ്റിൽ എഴുതണം. ബ്രാക്കറ്റ് തന്നെ ഇടണം. അതിന്റെ താഴെ നാമെന്ന് എഴുതണം. അഥവാ അമ്മയ്ക്കാണ് കത്തെഴുതെങ്കിലോ എന്ത് എഴുതണം? ആപ്കി ബേഠി അല്ലെങ്കിൽ ആപ്ക ബേഠ എന്ന് എഴുതണം. ആപ്ക ബേഠ അല്ലെങ്കിൽ ആപ്ക പുത്രി, ആപ്കി പുത്രി. അപ്പൊ പെൺകുട്ടിയാണ് കത്തെഴുതെങ്കിൽ ആപ്കി പുത്രി എന്ന് എഴുതണം. ആൺകുട്ടിയാണെങ്കിൽ ആപ്ക ബേഠ എന്ന് എഴുതണം. ബേഠയ്ക്കാണ് നമ്മളവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ദെൻ അതിന്റെ താഴെ ഹസ്താക്ഷർ നാം. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം? ഇടത് സൈഡില് മാർജിനോട് ചേർന്ന് സേവാമി എന്ന് എഴുതുന്നു. അതിന് താഴെ നമ്മൾ എന്ത് എഴുതുന്നു? നാമ് ഡോട്ട് 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 പത്ത ഡോട്ട് ഡോട്ട് ഡോട്ട്. മനസ്സിലായോ? ഇതാണ് അതേ പത്ര എന്ന് പറഞ്ഞ ഡിസ്കോഴ്സ് നമുക്ക് പഠിക്കാം. എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും കത്ത് എഴുതാൻ. ഓക്കെ, അടുത്തത് നമുക്കൊരു ഏതാ ആസ്വാദൻ ടിപ്പണി. കവിതയുടെ ആസ്വാദൻ ടിപ്പണികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 4 കവിതകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. മേരി ദുനിയാ കെ തമാം ബച്ചേ, സിലാ ബീൻതി ലഡ്കിയാ, ഏക് തിൻക, ഇങ്ങനെയുള്ള 4 കവിതകൾ നമുക്ക് പഠിക്കാനുണ്ട്. കവിതയുടെ ആസ്വാദന ടിപ്പണി എന്തായാലും ചോദിക്കും. ഓക്കെ, അപ്പൊ അത് ആ 4 കവിതയെ നമ്മൾ പഠിച്ചിരിക്കണം. ആ കവിതയ്ക്ക് നമ്മൾ ഇതെല്ലാം കൂടെ നമ്മൾ പറഞ്ഞാൽ ഒന്നിച്ചാവില്ല. നമ്മൾ എത്ര വരികളാണോ തരുന്നത് അതിന്റെ ആശയമാണ് കണ്ടത് മിഡിലായിട്ടുള്ള അത് ആൻസർ എഴുതേണ്ടത്. ദെൻ ഫസ്റ്റ് പോർഷൻ എന്ത് ചെയ്യണം? നമ്മളെ കവിത ആര് എന്ത് എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് പോർഷനിൽ അതിൻ്റെ കവിത ഏതാണോ തന്നത് അതിൻ്റെ ആശയമാണ് എഴുതേണ്ടത്. ദെൻ ലാസ്റ്റ് പോർഷനിൽ അതിൻ്റെ മെസ്സേജ്, ഈ കവിതയിൽ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് കിട്ടുന്നുണ്ടോ നമുക്ക് എഴുതണം. ഇപ്പം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എങ്ങനെ എഴുതാം? ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ തന്നിട്ടുണ്ട്. ശ്രീ ഏകാന്ത് ശ്രീവാസ്തവ് ഹിന്ദി സമകാलीन कवि है, कविता निबंध आलोचना आदि के क्षेत्रों में वे विख्यात है. ഇത് നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എഴുതാം പ്രസ്തുത പങ്ക്തിയാം. പ്രസ്തുത പങ്ക്തിയാം എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന വരികൾ ശ്രീ ഏകാന്ത ശ്രീവാസ്തവിനെ ലിഖി ഹുയി കവിത. ശ്രീ ഏകാന്ത ശ്രീവാസ്തവിനെ ലിഖി ഹുയി കവിത ഏതാണ്? സിലാ ബീൻതിയാം ലഡ്കിയാം സെ ലീ ഗയി ഹേ. അപ്പൊ കുറഞ്ഞ വാക്കുകൾ നമ്മൾ പഠിക്കേണ്ടുള്ളൂ. പ്രസ്തുത പങ്ക്തിയാം അതെല്ലാ കവിതയ്ക്കും നമുക്ക് ഉപയോഗിക്കാം. പ്രസ്തുത പങ്ക്തിയാം ഏകാന്ത ശ്രീവാസ്തവ, കവിന്റെ പേരവിടെ മാറ്റി കൊടുക്കുക. ഏകാന്ത ശ്രീവാസ്തവക്ക് കവിത, ആ കവിതയുടെ പേര് കൊടുക്കുക. കവിതയുടെ പേരെന്താണ്? സിലാ ബീൻതി ലഡ്കിയ. എന്താ സിലാ ബീൻതി ലഡ്കിയ എന്ന് പറഞ്ഞാൽ നെൽക്കതിർ പെറുക്കുന്ന പെൺകുട്ടികൾ അല്ലെ, കതിര് പെറുക്കുന്ന പെൺകുട്ടികളാണ്. ദാരിദ്ര്യത്തെ കുറിച്ചിട്ടാണ് ആ കവിതയിൽ പറയുന്നത്. നോക്കുക, ഇപ്പൊ സിലാ ബീൻതി ലഡ്കിയ സെ ലീ ഗയി, സെ നിന്ന്, ലീ ഗയി ഹേ എടുത്തിട്ടുള്ളതാണ് എന്ന് പറയുന്നത് എന്താണ്? ശ്രീ ഏകാന്ത ശ്രീവാസ്തവ് എഴുതിയിട്ടുള്ള കവിത സിലാ ബീൻതിയാം ലഡ്കിയാം സെ ലീ ഗയി, സിലാ ബീൻതി ലഡ്കിയാം സെ ലീ ഗയി ഹേ അല്ലെ. ആ കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ് ഇത്. ഇസ് കവിതാമേ കവി, इस कविता में कवि, ഈ കവിതയിൽ കവി आजीविका के लिए संघर्ष करने वाली लड़कियों का चित्रण है. ജീവിക്കാൻ आजीविका के लिए संघर्ष करने वाला, സംഘർഷ കാരണം എന്ന് പറഞ്ഞാൽ പൊരുതുക അല്ലെ. ദാരിദ്ര്യത്താൽ കഴിയുന്ന ആളുകൾ പൊരുതി മുന്നോട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പരിശ്രമം करने वाली लड़कियों के बारे में यहाँ एक कविता कवि कहता है. മനസ്സിലായോ? അപ്പൊ കവി എന്ത് പറയുന്നു? കവി എന്ത് കാര്യമാണോ ഇതിൽ പറയുന്നത് ആ കാര്യമാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ ചേർക്കേണ്ടത്. ഫസ്റ്റ് പാരഗ്രാഫ് 3 പാരഗ്രാഫ് ആയിട്ട് നമ്മൾ എഴുതണം. പ്രസ്തുത പങ്ക്തിയാം ശ്രീ ഏകാന്ത ശ്രീവാസ്തവിനെ ലിഖി ഹുയി കവിത सिला बीनती लड़कियां से ली गई है. इस कविता में कवि परिश्रम करने वाली लड़कियों के बारे में कहता है, അല്ലെങ്കിൽ संघर्ष करने वाली लड़कियों का चित्रण
കിയാ ഹേ, ചിത്രം ഹേ. ഓക്കെ. ദെൻ കവിതയുടെ ആശയം, അടുത്തത് ചിലപ്പോൾ 4 or 5 വരികൾ തന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ആശയമാണ് നമ്മൾ എഴുതേണ്ടത്. അതിൻ്റെ ആശയം നോക്കൂ. ദാൻ കട്ടായി കെ ബാദ് ഖാലി ഖേത്ത് മേം സിലാ ബീനെ കെ ലിയെ ലഡ്കിയാം ഉത്തർത്തി ഹേ. ദാൻ കട്ടായി കെ ബാദ്, ധാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം. കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം. കട്ടായി എന്ന് പറഞ്ഞാൽ എന്താണ്? കൊയ്യുക. കെ ബാദ്, കെ ബാദ് ആഫ്റ്റർ, ശേഷം. ഖാലി ഖേത്തോമേം, ഖാലി ഖേത്തോമേം ഒഴിഞ്ഞ വയലുകളിൽ. ഖാലി ഖേത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്റ്റി ഫീൽഡ്, ഒഴിഞ്ഞ വയലുകളിൽ. സിലാ ബീനെ കെ ലിയെ ലഡ്കിയാം ഉതർത്തി ഹേ. സിലാ ബീനെ കെ ലിയെ, സിലാ ബീനെ കെ ലിയെ എന്ന് പറഞ്ഞാൽ നെൽക്കതിർ പെറുക്കാൻ വേണ്ടി പെൺകുട്ടികൾ ഉതർത്തി ഹേ, ഉത്തർന ഇറങ്ങുക, ഉത്തർന ഇറങ്ങുക, അല്ലെ? ഇറങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത്. കവീനെ ഉൻ ലഡ്കിയോം കോ ചിടിയോം കി തരഹ് ബത്തായാ ഹേ. കണ്ടോ? കവീനെ, കവി ഉൻ ലഡ്കിയോം കോ ഈ പെൺകുട്ടികളെ ചിടിയോം കി തരഹ്, ചിടിയോം കി തരഹ് എന്ന് പറഞ്ഞാൽ പക്ഷികളെ പോലെ, തരഹ് പോലെ, ചിടിയോം കി തരഹ് പക്ഷികളെ പോലെ, ബത്തായാഹെ പറയപ്പെടുന്നു, പറയുന്നു. ബത്താന പറയുക, ബത്തായാഹെ പറയുന്നു. അപ്പൊ ഈ പെൺകുട്ടികളെ എന്തുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു? किसकी उपमा करती है? या चिड़ियों की तरह, चिड़ियों की तरह പക്ഷികളെ പോലെയാണ് പറയുന്നത്. വേ ഏക് ഖേത്ത് സേ ദൂസരേ ഖേത്ത് സിലാ ബീനെ കെ ലിയെ ചൽത്തി ഫിർത്തി ഹേ. ഏക് ഖേത്ത് സേ, ഒരു വയലിൽ നിന്നും മറ്റൊരു വയലിലേക്ക്, അല്ലെ? ഇങ്ങനെ ഓരോ പാടങ്ങൾ ഉണ്ടാകും. ആ പാടത്തും മറ്റൊരു പാടത്തിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യാണ്? നെൽക്കതിർ പെറുക്കാണ്. കൊയ്ത്ത് കഴിഞ്ഞ പാടമാണെന്ന് ഓർക്കണം. ഒന്നും ഉണ്ടാകില്ല, ചിലപ്പോൾ കുറച്ചു കാര്യങ്ങളെ കിട്ടുകയുള്ളൂ, ഒന്നും ഉണ്ടാകുകയില്ല. എന്നാലും അവർ ആ സന്തോഷത്തോടു കൂടി ആ പാടത്തേക്ക് എങ്ങനെയാണോ കിളികൾ വരുന്നത്, പക്ഷികൾ വരുന്നത്, അതുപോലെ കുറച്ച് പെൺകുട്ടികൾ അവിടേക്ക് വന്ന് നെൽക്കതിർ പെറുക്കാണ്. ഒരു പാടം കഴിഞ്ഞ് അടുത്ത പാടം കഴിഞ്ഞ് അടുത്ത കണ്ടം അങ്ങനെ 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 പോയി പെറുക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? वे धान की किस्मों को रंग और खुशबू से पहचानते हैं. ആ ധാനെ തിരിച്ചറിയുന്നത്, ആ നെൽക്കതിരുകളെ തിരിച്ചറിയുന്നത്, അല്ലെ? നെൽക്കതിരുകളെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? രംഗ് ഓർ ഖുശ്ബൂ സേ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, കൈസേ കൈസേ ധാൻ കെ കൈസേ പെഹച്ചാൻതേ ഹേ, ധാൻ കോ കൈസേ പെഹച്ചാൻതേ ഹേ. ആ നെൽക്കതിരിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? രംഗ് ഓർ ഖുശ്ബൂ സേ, നിറവും സുഗന്ധവും കാരണം, അല്ലെ? നിറവും സുഗന്ധവും കാരണം. ഭോഗരാജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ നെല്ലുകളുണ്ട്, അല്ലെ? നാഗകേസർ, ഭോഗരാജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നെല്ലുകളുണ്ട്. അതിനെയൊക്കെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? രംഗ് ഓർ ഖുശ്ബൂ സേ പഹചാൻതി ഹേ. ദോപഹർ കി പീലി ധൂപ് മേം ഉൻകി ഹസ്സി ഓർ ഗുൻഗുനാഹട്ട് ഫൈലി രഹത്തി ഹേ. നോക്കുക, ദോപഹർ കി പീലി ധൂപ്, ആ കഠിനമായ ഉച്ച സമയത്ത്. ദോപഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉച്ച, അല്ലെ? ദോപഹർ കി പീലി, പീലി എന്ന് പറഞ്ഞാൽ മഞ്ഞ വെയില്, ആ ചൂടുള്ള വെയിലത്തും. ഉൻകി ഹസ്സി ഓർ ഗുൻഗുനാഹട്ട്, അവരുടെ ചിരിയും മൂളിപ്പാട്ടും എന്ന് പറഞ്ഞാൽ വോ ഇത്തനി ഖുശി ധീം, അല്ലെ? ലഡ്കിയാം ഇത്തനി ഖുശി ധീം, പെൺകുട്ടികൾ ഇത്രയും സന്തോഷവതികളായിരുന്നു. ഇത്രയും ഗരീബിമേ ഹോത്തെ ഹുയേ ബി വോ ഇത്തനി ഖുശി ധീ, ഇത്രയും ദാരിദ്ര്യമുള്ളവരായിട്ടും ഇത്രയും വളരെ സന്തോഷത്തിലായിരുന്നു അവർ. എങ്ങനെയാ ചെയ്തിരുന്നത്? ഗുൻഗുനാഹട്ട് ഫൈലി രഹത്തി ഉൻകി ഹസ്സി ഓർ ഗുൻഗുനാഹട്ട്. ഹസ്സി, ഹസ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? പുഞ്ചിരിക്കുക. ഓർ ഗുൻഗുനാഹട്ട്, ഹസ്സി എന്ന് പറഞ്ഞാൽ ചിരിക്കുക, ഗുൻഗുനാഹട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂളിപ്പാട്ട് പാടുക. മൂളിപ്പാട്ടൊക്കെ പാടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ആ ഖേത്തോമേ, ഉസ് ഖേത്തോമേ സില ബീൻ രഹി ഹേ, സില ആ നെൽക്കതിരൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ടാണ്, സ്റ്റാൻസിൽ പറയുന്നത്, ഉൻകെ ബാലോമേം കനേർക്കെ ഫുൽ ഹസ്തേ രഹത്തെ. ഉൻകെ ബാലോമേം, അവരുടെ ബാൽ, ബാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തലമുടി. അവരുടെ തലമുടിയിൽ കനേർക്കെ, കനേർ എന്നാണ് കേട്ടോ, കേനർ അല്ലേ. കനേർക്കെ ഫുൽ ഹസ്തേ, കനേർ എന്ന അരളിച്ചെടി, അരളിച്ചെടി എന്ന റോസും വെള്ളയ്ക്ക് അരളിച്ചെടി ഉണ്ട്, റോസ് കളറുള്ള അരളിച്ചെടിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കനേർക്കെ ഫുൽ ഹസ്തേ രഹത്തെ എന്ന് പറഞ്ഞാൽ ആ പൂ പോലും ഇത്രയും നേരമായിട്ട് വാടിയിട്ടില്ല. മുർച്ചാന ഹുവാധ, അല്ലെ? ഇത്തനി ധൂപ് മേം വി ഏക് ഫൂൽ യ मुरझा ना हुआ था क्योंकि वो इतनी खुशी में था, कोई उसको कोई भी परेशानी नहीं थी, ले आर्के लड़कियों को कोई भी परेशानी नहीं थी. इसी तरह उसके बालों में रखे हुए कनेर के फूल इतनी क्या होते हैं? हंसते रहते हैं, है ना? उनके चेहरे से फूटकर गुलाबी रोशनी धरती
पर फैलती है, उनके चेहरे से फूटकर। ये गुलाब है ना, कनेर के फूल कैसे रंग का है? गुलाबी रंग का है। कनेर का फूल ഗുലാബി രംഗ് കാ ഹേ. കനേർ എന്ന് പറഞ്ഞാൽ പൂക്കള് റോസ് നിറത്തിലുള്ളതാണ്. ആ റോസ് നിറം അവരുടെ മുഖത്ത് നിന്നും എവിടേക്ക് സ്ഫുരിക്കുന്നു? എവിടേക്ക്? ഭൂമിയിലേക്ക്. ഫൂട്ടുക്കർ ഗുലാബി രോഷ്നി, ഗുലാബി റോസ് നിറമുള്ള രോഷ്നി. രോഷ്നി മീൻസ് പ്രകാശം. ധർത്തി ഫർ ഫൈൽത്തി ഹേ, ഭൂമിയിലേക്ക് ഇങ്ങനെ പരക്കാണ്. ഫൈൽന ടു സ്പ്രെഡ് കർണ, പരക്കുന്നു. सायंकाल होने पर एक बर्तन भर भात लेकर घर लौटती है ना. सायंकाल, सायंकाल मीन द इवनिंग टाइम ले. इवनिंग ആയപ്പോഴത്തേക്ക് ഒരു എന്തുണ്ട്? एक बर्तन के लिए, एक जून के लिए. एक जून എന്ന് പറഞ്ഞാൽ एक समय की बात, एक समय की बात. ഒരു നേരത്തെ ആഹാരം കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഓ ലേക്കർ ജാത്തി ഹേ, അവരിന്ന് പോവുകയാണ്. അതുകൊണ്ട് അവർ പോവുകയാണ്. एक बर्तन भात लेकर, ബർത്തൻ എന്ന് പറഞ്ഞാല് പാത്രത്തിലെ ഭാത്ത്, ചോറ് എന്ന് പറഞ്ഞാൽ അന്നം അല്ലെ, അവരുടെ ആഹാരം. ലേക്കർ വേ ഘർ ലൗട്ട്തി, അവർ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ജലപക്ഷി, ചിലപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. ജലപക്ഷിയ ജലപങ്കിക്ക് ഉട് ജാനേക്കെ ബാദ് ഭി. ജലപങ്കി, ജലപങ്കി മീൻസ് ജലപക്ഷികൾ അല്ലെ. നമ്മളെ കുളത്തിലും പുഴയിലൊക്കെ ഉണ്ടാവും എന്ത്? നീർക്കാക്കകളും മറ്റുപോലെയുള്ള ജീവികൾ, ജലജീവികൾ ഉണ്ടാകും. അവരവിടെ കാ കീ കീ എന്നുള്ള സൗണ്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ആ സൗണ്ട് എന്ത് ചെയ്യുന്നു? അവർ പോയി കഴിഞ്ഞാലും കുറച്ച് നേരത്തേക്ക് ആ ജലത്തിൽ, അവിടെയുള്ള ആ സ്ഥലം സറൗണ്ടിങ്സിൽ എന്തുണ്ടാവുന്നു? അവരുടെ ഒരു സാമീപ്യം, പ്രസൻസ് നമ്മൾക്ക് ഉണ്ടെന്ന് തോന്നുകയാണ് അല്ലെ. നമ്മളെ വീട്ടിലേക്ക് ഇപ്പൊ വിരുന്നുകാർ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ്, കുറച്ച് ദിവസം താമസിച്ച്, കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞാലും അവരുടെ ഒരു പ്രസൻസ് നമ്മുടെ വീട്ടിലുള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെയാണ് ഈ കുട്ടികള്, ഏത് പെൺകുട്ടികള് പാടത്ത് നെൽക്കതിര് പെറുക്കി പോയപ്പോഴും അവരുടെ ഒരു പ്രസൻസ് അല്ലെ, അവരുടെ ഒരു സാമീപ്യം അവിടെ ഉള്ളതായി. അതാണ് ഇവിടെ കാണുന്നത്. ജലപക്ഷിക്ക് ഉട് ജാനേക്കെ ബാദ് ഭി പാനി മേ ഉസ്കാ സംഗീത് ഭരാ രഹ്താ ഹൈ. ആ വെള്ളത്തിലെ ഒരു സംഗീതം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് അല്ലെ, അവരുടെ കളകൂജനങ്ങൾ, ആരുടെ? ജലപക്ഷികളുടെ കളകൂജനങ്ങൾ ആ പാനി മേ സംഗീത് ഭരാ ഹുവാ ഥാ അല്ലെ, ആ വെള്ളത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. उसी तरह सिला बीनती लड़कियों के जाने के बाद भी खेतों में उनकी उपस्थिति भरी रही. അതുപോലെയാണ് സിലാ ബീൻതി ലड़किകളുടെ പ്രസൻസും ആ വയലുകളിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അല്ലേ. उनकी उपस्थिति भरी रहती. इस कविता में कवि ने ग्रामीण स्त्रियों के परिश्रम, അതാണ് ഈ കവിതയുടെ മെസ്സേജ്. എന്താണ്? ഗ്രാമീൺ, ഗ്രാമീൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമത്തിലുള്ള സ്ത്രീകളുടെ എന്ത് പരിശ്രമവും അവരുടെ എളിമയും. സാധകി മീൻസ് എളിമ, പരിശ്രമം എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് അല്ലെ. അവരുടെ പരിശ്രമവും എളിവയും ആണ് കാണിച്ചു തരുന്നത്. വളരെ സുന്ദരമായ രീതിയിൽ ഭാഷ സരൾ ഓർ സുന്ദർ സേ ലി ഗയി ഹേ അല്ലെ. ഭാഷ എന്താണ്? സരളമായ സുന്ദരമായ ഭാഷയിലാണ് ഈ കവിത കവി ലിഖ്തി ഹേ അല്ലെ, കവിത എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ്, നല്ല മനോഹരമായ രീതിയിലാണ് കവിത എഴുതിയിരിക്കുന്നത്. അപ്പൊ ആസ്വാദന ടിപ്പണി ഈ രൂപത്തിൽ വേണം എഴുതാൻ. അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഈ കവിതയിലെ മെസ്സേജ് അല്ലെ. ഇതെല്ലാം കൂടെ നമുക്ക് എഴുതേണ്ട, ഏത് വരിയാണോ തരുന്നത് ആ വരിയുടെ കാര്യം മാത്രം നമ്മൾ മിഡിലായിട്ട് എഴുതിയാൽ മതി. ആദ്യം ഇത് എഴുതാം, then लास्ट टाइम मैसेज एഴുத कविता सरल भाषा से ले, सुंदर भाषा से लिखी हुई है. और इस कविता का संदेश എന്താണ്? ग्रामीण स्त्रियों के परिश्रम और सादगी को सुंदर ढंग से व्यक्त किया है. എളിമയും മനോഹരമായ രീതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് കവിതയിൽ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഒരു ആസ്വാദന ടിപ്പണി, ഇതല്ല ഇനി മറ്റൊരു ആസ്വാദന ടിപ്പണി തരികയാണെങ്കിലും നമ്മൾ ഈ രൂപത്തിലാണ് എഴുതുന്നത്. പ്രസ്തുത പങ്ക്തിയാം അല്ലെ, തന്നിരിക്കുന്ന വരികൾ ആരുടേതാണെന്ന് എഴുതുക, ആരെഴുതിയതാണെന്ന് എഴുതുക, അതിന്റെ തീം എന്താന്ന് എഴുതുക. മനസ്സിലായോ? അതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫിൽ കവിതയുടെ ആശയം എഴുതുക. തേർഡ് പാരഗ്രാഫിൽ കവിത സുന്ദരമായിരുന്നു, ലളിതമായിരുന്നു, നല്ല ഭാഷയിൽ എഴുതിയിട്ടുണ്ട്, സിമ്പിളായി ലളിതമായ ഭാഷയിലൂടെയാണ് കവിത തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് എന്താ, ഇസ് കവിത കാ സന്ദേശ് എഹേക്കി, സന്ദേശ് ഇതാണ് എന്ന് പറഞ്ഞ് എഴുതിയാൽ അവിടെ ക്ലോസ് ആകും. ഓക്കെ, അതാണ് നമുക്ക് ആസ്വാദന ടിപ്പണി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. ഡയറി. ഡയറി എങ്ങനെ എഴുതാം അല്ലേ? പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡയറി. നമ്മൾ കുറേ ക്ലാസ്സുകളിൽ 5, 6, 7, 8, 9 ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡയറി എഴുതി ശീലിച്ചിട്ടുണ്ട് അല്ലേ. ഈ ഹിന്ദി മാത്രമല്ല, ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഒക്കെ ഡയറി എഴുതാറുണ്ട്. ഡയറി എങ്ങനെ എഴുതണം? ഡയറി എഴുതുമ്പോൾ നമുക്ക് ഡേറ്റ് വേണം, ഡേയും കൊടുക്കണം, ഡേ കൊടുക്കണം. ഡേറ്റ് ആൻഡ് ഡേ ആണ് വേണ്ടത്.
താരീഖ് ആൻഡ് ദിൻ അല്ലേ? അത് നമുക്ക് ഇടത് സൈഡിലോ വലത് സൈഡിലോ നടുക്കോ ആയിട്ട് കൊടുക്കാൻ കുഴപ്പമില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാം? അതിനൊരു ബോക്സിലേക്ക് മാറ്റി കൊടുക്കാം. അത് എഴുതുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ബോക്സിലേക്ക് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം? അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കാം, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും നമ്മൾ എഴുതുമ്പോൾ. മനസ്സിലായോ? അപ്പൊ അല്ലാതെ നമ്മൾ അതിന്റെ കൂടെ എഴുതി ചേർക്കുമ്പോൾ എന്തുണ്ടാകും? എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ട് എഴുതി പോകുമ്പോൾ ചിലപ്പോൾ ഇത് കാണില്ല. ആ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? താരീഖ് ആൻഡ് ദിൻ അത് എഴുതി കൊടുക്കണം. ഡയറിക്ക് താരീഖ് ആൻഡ് ദിൻ അതിനൊരു ബോക്സിലാക്കി വെച്ചാൽ ഏറ്റവും നന്നായിരിക്കും. ഓക്കെ, ഇനി ബോക്സ് വരച്ചില്ല എന്ന് എഴുതിയിട്ട് മാർക്ക് കുറയൊന്നുമില്ല. ബോക്സ് വരച്ചാലും മാർക്കില്ല, വരച്ചില്ലേലും മാർക്കില്ല. പക്ഷേ നമ്മളൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനൊരു ബോക്സ് ആക്കിയിട്ട് കൊടുക്കുന്നത്. ഏറ്റവും നല്ലത് അതായിരിക്കും. പിന്നെ ഈ ഡയറി എഴുതുന്നത് എപ്പോഴും ഭൂതകാലത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. ഡയറി ഒക്കെ എപ്പോഴും ഈ ആത്മകഥ എഴുതുന്ന പോലെ തന്നെയാണ് ഡയറി എഴുതുക. അത് ഭൂതകാലത്തിലാണ് നമ്മൾ എഴുതി ചേർക്കേണ്ടത് അല്ലേ? കഴിഞ്ഞത് കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ രാത്രി കാര്യങ്ങളാണ് എഴുതി തീർക്കേണ്ടത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവൻ കാ അവിസ്മരണീയ ദിൻ ധാ, ആജ് ആജ് ഇന്ന്. ജീവൻ കാ അവിസ്മരണീയ, അവിസ്മരണീയ എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റാത്ത, വിസ്മരണീയ അവിസ്മരണീയ മറക്കാൻ പറ്റാത്ത. ദിൻ ധ, ദിൻ ധ, ധ ആയിരുന്നു, പാസ്റ്റ് ടെൻസ് ആണ് ധ അല്ലേ? മേ കൈസെ ഭൂൽ പാവും, എനിക്ക് എങ്ങനെ മറക്കാൻ കഴിയും? ആജ് കാ ദിൻ മേ കൈസെ ഭൂൽ പാവും, ആജ് കാ ദിൻ ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും അല്ലേ? ഏസാ അനുഭവ് ജിന്ദഗി മേ കബി നഹി ഹുവാ ഹൈ. ഇതൊക്കെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ കണ്ടന്റ് എന്താണോ ചോദ്യം, ആ ചോദ്യത്തിനനുസരിച്ച് വേണം എഴുതാൻ. ഏസാ അനുഭവ്, ഇതുപോലത്തെ അനുഭവം ജിന്ദഗി മേ കബി നഹി ഹുവാ അല്ലേ? വൈറ്റ് ക്യാപ്പില് അധ്യാപകനും ചോട്ടും കൂടെ പോകുന്ന സമയത്തുണ്ടായ വൈറ്റ് ക്യാപ്പല്ല, റൈൻ ബസേര, റൈൻ ബസേരയില് അധ്യാപകനും ചോട്ടും കൂടെ പോകുമ്പോൾ ഉണ്ടായ സംഭവം ഉണ്ടായിരുന്നു അല്ലേ? ഒരു ഭ്രാന്തൻ വന്ന് അവനൊരു റൈൻ ബസേരയിൽ താമസിക്കുന്ന സമയത്ത് ഭ്രാന്തൻ വന്ന് കാലിൽ പിടിക്കുന്ന കാര്യങ്ങളും അതുപോലെ ബഹളം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഏസാ അനുഭവ് ജിന്ദഗി മേ കബി നഹി ഭൂൽ പാവുങ്ക, ഭൂൽ നഹി ന കബി നഹി ഹുവാ. ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഒരിക്കൽ പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഏസാ അനുഭവ് ജിന്ദഗി മേ, ജിന്ദഗി മീൻസ് ജീവിതത്തില്, കബി നഹി ഹുവാ ഹേ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ദെൻ മേ കബി നഹി ഭൂൽ സക്ത, ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കില്ല. അപ്പൊ അതിന്റെ ഇത്രയും കാര്യങ്ങൾ കണ്ടന്റ് അതിന്റെ ഇടയ്ക്ക് എഴുതി ചേർക്കുക അല്ലെ? അപ്പൊ നമുക്ക് എഴുതി ചേർക്കാവുന്ന കുറേ വാക്കുകൾ കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ജീവൻ കാ അവിസ്മരണീയ ദിൻ, മറക്കാൻ പറ്റാത്ത ദിവസം. മേ കൈസെ ഭൂൽ പാവും, എനിക്ക് എങ്ങനെ മറക്കാൻ സാധിക്കും. ആജ് മേരി ജിന്ദഗി കാ മഹത്വപൂർണ്ണ ദിൻ ഹേ, എന്താണ്? ദിൻ ധ, ആജ് മേരി ജിന്ദഗി കാ മഹത്വപൂർണ്ണ ദിൻ ധ, ഇന്ന് എന്റെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട ദിവസങ്ങളായിരുന്നു. ആജ് ഏകദം അച്ഛാ ബുരാ ദിൻ ധ, ഇന്ന് എനിക്ക് നല്ലതും ചീത്തയുമായിട്ടുള്ള ദിവസങ്ങളായിരുന്നു. അച്ഛാ ദിൻ ധ ബുരാ ദിൻ ധ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അച്ഛാ ഓർ ബുര ഇവിടെ തന്നിട്ടുണ്ട്. ദെൻ ഉഫ് ആജ് കൈസാ ദിൻ ധ, ഓ ഇന്നത്തെ ദിവസം എന്താണ് അല്ലേ? മുझे बहुत खुशी हुई, ഈ സന്തോഷം എനിക്ക് വളരെയധികം സന്തോഷം. ആജ് മുझे बहुत खुशी हुई, मुझे बहुत दुख हुआ, എനിക്ക് വളരെ ദുഃഖം ഉണ്ടായി. मैं कभी नहीं भूल सकता, എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ ചേർക്കാനുള്ളതാണ്. അപ്പം ഡയറി എഴുതുമ്പോൾ ഇത്രയും നമുക്ക് ഓർക്കാനുള്ള 4 മാർക്കിന്റെ ഡയറിയാണ്. ഈ കണ്ടന്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്ക് ഡയറി. ഓൾറെഡി ഡയറി എൻട്രി ആയി കഴിഞ്ഞാൽ തന്നെ 1 മാർക്ക് നമുക്ക് തരാൻ സാധിക്കും. 1 മാർക്ക് ഡയറി എൻട്രിക്കാണ്. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി കുട്ടി ഡയറി എഴുതിയിട്ടുണ്ട്, 1 മാർക്ക് കിട്ടും. ദെൻ അതിന്റെ ഫോർമാറ്റ് റെഡി ആയി കഴിഞ്ഞാൽ +1 കിട്ടും. ഓക്കെ, +1, 2 മാർക്ക് ഡയറിക്കായി. പ്രത്യേകം ശ്രദ്ധിക്കണം, ഡയറിയാണ് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടാൻ പാടുള്ളതല്ല. ഒഴിവാക്കിയാൽ പോയി കാര്യം. അത് നോക്കുക. അപ്പൊ ഡയറി നമ്മളെ ഫോർമാറ്റിന് 1 മാർക്ക്, ഡയറി എൻട്രി നടത്തിയാൽ തന്നെ 1 മാർക്ക്, പ്ലസ് കണ്ടന്റിന് 2 മാർക്കാണ്. ഈ കണ്ടന്റ് 2 മാർക്കാണ്. ഇവിടെ എഴുതിയിട്ടുള്ള കണ്ടന്റ്, ചോദ്യം എന്താണോ ആ ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരവും അതിൽ എഴുതി ചേർത്താൽ അതിന്റെ കണ്ടന്റ് ആകും. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. മിനിമം നമുക്ക് 2 മാർക്കെങ്കിലും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഡയറി. ഡയറി എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയറി എഴുതുമ്പോൾ താരിഖ് ആൻഡ് ദിൻ, ഡേറ്റ് ആൻഡ് ഡേ ആണ് കൊടുക്കേണ്ടത്. വെറുതെ ഡേറ്റ് മാത്രം എഴുതിയാൽ പോരെ, ഡേയും കൂടെ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഡേറ്റ് കൊടുക്കുക, ഇന്ന് കൊടുക്കുകയാണ്. ഇന്ന് എത്ര ഡേറ്റ്? 11 അല്ലേ? 11/3/2026 എന്താഴ്ചയാണെന്ന്? ബുധവാർ അല്ലേ? ബുധവാർ. എല്ലാത്തിനും ഒരു വാർ ചേർത്ത് കൊടുത്താൽ ശനിവാർ, ബുധവാർ, രവിവാർ, സോമവാർ, മംഗൾവാർ, പിന്നെ ശുക്രവാർ, എല്ലാത്തിനും വാറുണ്ട്. അതിന്റെ കൂടെ ഇത് ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, രവിവാർ, രവിവാർ.
ബുധ് വാർ ബുധൻ, നമുക്ക് ഏറ്റവും എളുപ്പം ഓർക്കാൻ കഴിയുന്ന കാര്യമാണ് ബുധവാർ, ബുധനാഴ്ച. മനസ്സിലായല്ലോ? അതുപോലെയുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതി ചേർക്കുക. മനസ്സിലായല്ലോ? അപ്പൊ ഡേറ്റ് കൊടുക്കണം, ഡേ കൊടുക്കണം, മറക്കരുത്. ഡേറ്റ് ആൻഡ് ഡേ. ബാക്കിയുള്ള കാര്യങ്ങൾ ആജ് കാ ദിൻ ബഹുത്ത് ഖുശി കാ ദിൻ ഥാ, ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുക. ഓക്കെ, ദെൻ കണ്ടന്റ് കാര്യങ്ങൾ എഴുതുക. ഇന്ന ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല, ആജ് കാ ദിൻ മേ നഹി ഭൂൽ സക്ത, എനിക്ക് മറക്കാൻ സാധിക്കാത്ത ദിവസമാണ് ഇന്ന് എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡയറി മറക്കാതെ ഡയറി എഴുതാം പരീക്ഷയ്ക്ക്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കൊരു പോസ്റ്റർ നോക്കാം. പോസ്റ്റർ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും, 4 മാർക്കിന്റെ ചോദ്യമാണ്. പോസ്റ്റർ വിട്ടുപോകരുത്. പോസ്റ്റർ എൻട്രി നടത്തിയാൽ തന്നെ നമുക്കൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് സങ്കോഷ്ടി പോസ്റ്റർ ഉണ്ടായിരിക്കും, കാര്യക്രം പോസ്റ്റർ ആണ്, ദെൻ മെസ്സേജ് പോസ്റ്റർ ആണ്, സന്ദേശ് പോസ്റ്റർ. 2-3 തരത്തിലുള്ള പോസ്റ്ററുകളാണ് ഉള്ളത്. ഇതാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു മഞ്ചീകരണമായിരുന്നു, നാടകം അല്ലെ, മഞ്ചീകരണം സ്റ്റേജ് പ്രോഗ്രാം ആയിരുന്നു. സങ്കോഷ്ടി പോസ്റ്റർ ആണെങ്കിൽ ആപ്കെ സ്കൂൾ മേ എന്നായിരിക്കും ചോദ്യത്തിൽ ആദ്യം തന്നെ തുടങ്ങുക. ആപ്കെ സ്കൂൾ മേ, നിങ്ങളുടെ സ്കൂളിൽ. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? പോസ്റ്റർ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആപ്കെ സ്കൂൾ മേ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലേ ഔട്ട് വരയ്ക്കണം. ലേ ഔട്ട് വരച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, ആപ്കെ സ്കൂൾ മേ, നിങ്ങളുടെ സ്കൂൾ നമുക്ക് സാധാരണ നമ്മൾ എഴുതും സർക്കാരി സ്കൂൾ. നിങ്ങൾ ഇംഗ്ലീഷിലൊക്കെ എഴുതാറ് ABC സ്കൂൾ ദില്ലി എന്നൊക്കെ ആയിരിക്കും. നമുക്ക് ഇങ്ങനെ എഴുതാം, സർക്കാരി സ്കൂൾ മലപ്പുറം അല്ലെങ്കിൽ കൊല്ലം. ചെറുതായിട്ട് നമുക്ക് എഴുതാം, കൊല്ലം, ചെറിയ വാക്കായിക്കോട്ടെ. ഓക്കെ, കൊല്ലം. ഓക്കെ, സർക്കാരി സ്കൂൾ കൊല്ലം. അത് നമുക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. നമുക്ക് പോസ്റ്റർ നമ്മൾ ഡിസൈൻ ചെയ്യണ പോലെയാണ്. ഏറ്റവും കുറേ കാര്യങ്ങൾ കുറഞ്ഞ വാക്കുകളിലൂടെ അവതരിപ്പിക്കാനാണ് പോസ്റ്റർ നമ്മൾക്ക് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഡിസൈൻ ചെയ്യുക, സർക്കാരി സ്കൂൾ കൊല്ലം. പിന്നെ അവിടെ എന്താണ് നടക്കാൻ പോകുന്നത്? അവിടെ നടക്കാൻ പോകുന്ന പ്രോഗ്രാമാണ് സങ്കോഷ്ടി, സെമിനാർ. സങ്കോഷ്ടി എന്ന് പറഞ്ഞാൽ സെമിനാർ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും, സങ്കോഷ്ടി എന്നുള്ള വേർഡ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ എഴുതുന്നു സങ്കോഷ്ടി എന്ന് പറഞ്ഞാൽ സെമിനാർ നമ്മൾ അവിടെ എഴുതുന്നു. ഓക്കെ, ഇനി സങ്കോഷ്ടിക്ക് ഒരു വിഷയം ഉണ്ടായിരിക്കും. ആ വിഷയം ഇസ് വിഷയ പർ സങ്കോഷ്ടി ചലനെ വാലാ ഹേ, അതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. ഇസ് വിഷയ പർ അല്ലേ, पानी से बिना हम जीना नहीं सकता, इस विषय पर संगोष्ठी चलने वाला है. അല്ലെങ്കിൽ വ്യായാം के महत्व के बारे में संगोष्ठी चलने वाला है. വ്യായാം എന്താണ്? വ്യായാം എന്ന് പറഞ്ഞാൽ എക്സസൈസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടൊരു സെമിനാർ നടക്കുന്നുണ്ട് അതിലേക്ക്. അല്ലെങ്കിൽ നശ ഹമാര ജിന്ദഗി കാ നാശ് കർ രഹാ ഹൈ, നശ എന്ന് പറഞ്ഞാൽ എന്താണ്? ലഹരി നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട സങ്കോഷ്ടി. ഇങ്ങനെ പല സങ്കോഷ്ടികൾ ഉണ്ടായിരിക്കും, സെമിനാറുകൾ. അപ്പൊ സെമിനാറിന്റെ വിഷയം അതാണ്. അപ്പൊ വിഷയം നമ്മൾ എഴുതും, വിഷയം എഴുതിയിട്ട് ആ വിഷയം അവിടെ എഴുതും. മനസ്സിലായല്ലോ? സെമിനാർ പോസ്റ്റർ തരികയാണെങ്കിൽ ആദ്യം സർക്കാരി സ്കൂൾ കൊല്ലം അല്ലെങ്കിൽ സർക്കാരി സ്കൂൾ വയനാട്. ചിലപ്പോൾ ചോദ്യപേപ്പറിൽ തന്നെ തന്നിട്ടുണ്ടായിരിക്കും, ഇന്ന സ്കൂളിലെ ഇന്ന പ്രോഗ്രാം നടക്കുന്നു. അപ്പൊ നമ്മൾ ആ സ്കൂളിന്റെ പേര് എഴുതുക. മനസ്സിലായോ? നമ്മുടെ സ്കൂളിനെ ഒരു മെൻഷൻ ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്കൂളിനെ കുറിച്ച് അറിയുന്ന നമ്മുടെ പേരോ കാര്യങ്ങളോ ഒന്നും പരീക്ഷാ പേപ്പറിൽ എഴുതാൻ പാടുള്ളതല്ല. സർക്കാരി സ്കൂൾ കൊല്ലം. ഓക്കെ, ദെൻ പ്രോഗ്രാം എന്താ നടക്കുന്നത്? സങ്കോഷ്ടി അല്ലെ, സെമിനാർ ആണ്. അതിന്റെ താഴെ നമുക്ക് എന്ത് എഴുതാം? വിഷയം എഴുതാം. എന്താ വിഷയം? ഏതാണോ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള വിഷയം അത് എഴുതാം. ഓക്കെ, അതിനുശേഷം ഡേറ്റ് കൊടുക്കാം. എന്നാണ് ഡേറ്റ്? അത് എന്നാണെന്നുള്ളത് ഇവിടെ നമ്മൾ എഴുതുന്നു, ഡേറ്റ് കൊടുക്കുന്നു. അതിനുശേഷം അതിന്റെ സമയം കൊടുക്കുന്നു. സമയം സുബഹ് 10 ബജെ, ഷാം 4 ബജെ, രാത് 8 ബജെ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. സുബഹ്, ഷാം, രാത്ത്, ദോപ്പഹർ എന്നുണ്ടാക്കി. ദോപ്പഹർ എന്ന് പറഞ്ഞാൽ ഉച്ച. ഓക്കെ, അതവിടെ എഴുതുന്നു. അതിനുശേഷം അതിന്റെ വെന്യൂ എഴുതണം. വെന്യൂ എന്ന് പറഞ്ഞാല് സ്കൂൾ സഭാഗൃഹ്. എങ്ങനെ എഴുതുക? സ്കൂൾ സഭാഗൃഹ്, സഭാഗൃഹ് ഇങ്ങനെ താഴെ. ഓക്കെ, സഭാഗൃഹ്, സ്കൂൾ സഭാഗൃഹ് മേം, സ്കൂൾ സഭാഗൃഹിൽ അല്ലേ. എന്നിട്ട് ഉദ്ഘാടകൻ കൊടുക്കുക. ഉദ്ഘാടകൻ നമുക്ക് എന്ത് കൊടുക്കാം? ഹമാരെ പ്രധാന അധ്യാപക്, ഉദ്ഘാടക് പ്രധാന അധ്യാപക്. പിന്നെ ഈ വിഷയ പ്രസ്തുതി ഉണ്ടായിരിക്കും അല്ലേ, സെമിനാർ അല്ലേ. ആ സെമിനാറിന് ഒരു പ്രസ്തുതീകരണം ഉണ്ടാവും, പ്രസന്റേഷൻ ഉണ്ടായിരിക്കല്ലോ. അതാരാണ് പ്രസന്റ് ചെയ്യുന്നത്? ജില്ലാധീഷ് എന്ന് കൊടുക്കുക. ജില്ലാധീഷ്. പ്രസ്തുതി എന്ന് കൊടുക്കുക, ജില്ലാധീഷ് എന്ന് കൊടുക്കുക. ഉദ്ഘാടക്, പ്രധാന അധ്യാപക്, പിന്നെ അധ്യക്ഷൻ വേണമെങ്കിൽ കൊടുത്താൽ നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം എന്ത് കൊടുക്കാം? പ്രസ്തുതി. പ്രസ്തുതി എന്ന് പറഞ്ഞാൽ പ്രസന്റേഷൻ, അവതരണം. ആരാണ്? ജില്ലാധീഷ് എന്ന് പറഞ്ഞാൽ ആരാണ്? ജില്ലാ കളക്ടർ. ഓക്കെ, സബ്കാ സ്വാഗത്.
എല്ലാത്തിലും എഴുതണം സബ്കാ സ്വാഗത് എന്ന് എഴുതുക. ഓക്കെ, അതാണ് ഒരു പോസ്റ്റിന്റെ രൂപരേഖ. ഇനി നമുക്ക് ഡേറ്റ് താഴെ തന്നെ കൊടുക്കണമെന്നില്ല, ഡിസൈൻ ചെയ്ത് സൈഡിലാണെങ്കിൽ കൊടുക്കാം, ഒരു കോളം വരച്ചിട്ട് ഇവിടെയൊക്കെ കൊടുക്കാം, നമുക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഏറ്റവും ചുരുങ്ങിയ കാര്യങ്ങളിൽ വലിയ കാര്യം അറിയിക്കുന്നതാണ് എന്ത്, പോസ്റ്റർ എന്ന് പറയുന്നത്. നിർബന്ധമായും പഠിക്കുക. അപ്പോൾ ഒരു സെമിനാർ പോസ്റ്റർ ആണെങ്കിൽ എന്തുണ്ടാകും, സ്ഥാപനത്തിന്റെ പേര് എഴുതണം, അതിന് താഴെ എന്താണ് പ്രോഗ്രാം എന്ന് എഴുതണം, അതിന്റെ താഴെ പ്രോഗ്രാം വിഷയം എന്തുണ്ടോ അത് എഴുതണം, അതിന് താഴെ എന്ത് എഴുതണം, ഡേറ്റ് എഴുതണം, സമയം എഴുതണം, വെന്യൂ എഴുതണം, ഉദ്ഘാടകം എഴുതണം, പ്രസ്തുതി എഴുതണം, സബ്കാ സ്വാഗതം എഴുതണം. ഓക്കെ, ബസ് അതവിടെ കഴിയും. അതുപോലെ തന്നെ മഞ്ചീകരണം ഉണ്ടായിരിക്കും. മഞ്ചീകരണം അല്ലേ, നോക്കുക, മഞ്ചീകരണമാണെങ്കിൽ എന്താണ്, സ്ഥാപനത്തിന്റെ പേര് എഴുതുന്നു, മഞ്ചീകരണം എഴുതുന്നു. നാടകം ഉണ്ടായിരിക്കും, നാടകത്തിന്റെ പേര് എഴുതണം. ആ നാടകം എഴുതിയ ആളുടെ പേര് അവിടെ ഉണ്ടെങ്കിൽ അതും കൂടെ അവിടെ എഴുതി ചേർക്കണം. ബസ് എന്ത് ചെയ്യണം, ഡേറ്റ്, സമയം, വെന്യൂ, സബ്കാ സ്വാഗത്. അതിൽ ഉദ്ഘാടനം വേണ്ട. പിന്നെ അഭിനേത വേണമെങ്കിൽ കൊടുക്കാം, അഭിനേത 10वीं कक्षा के छात्र എന്ന് കൊടുക്കാം. ആ ഉദ്ഘാടനത്തിന്റെ സ്ഥലത്ത് നമുക്ക് എന്ത് എഴുതാം, അഭിനേത. നാടകം അഭിനയിക്കുന്ന ആളുകൾ അല്ലെ, മഞ്ചീകരണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആളുകൾ ആരൊക്കെയാണോ അഭിനേത. ഈ അഭിനേതാക്കൾ ആരായിരിക്കണം, 10वीं कक्षा के छात्र, 10ാം ക്ലാസ്സിലെ കുട്ടികളാണ് എന്ന് എഴുതി ചേർക്കുക, സബ്കാ സ്വാഗത്. ഓക്കെ, ദെൻ സന്ദേശ് മെസ്സേജ് എന്തായിരിക്കും, കുറച്ച് സന്ദേശങ്ങൾ മാത്രം, മെസ്സേജ് മാത്രം എഴുതി. അത് അവിടെ തന്നിട്ടുണ്ടല്ലോ, സന്ദേശ് ദേനേവാല പോസ്റ്റ് നോക്കൂ, യുദ്ധ രോക്കോ മാനവതാ ബച്ചാവോ, യുദ്ധവുമായി ബന്ധപ്പെട്ട അവസാനത്തെ പരിയിലെടുക്കി എന്ന് പറഞ്ഞ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഏത്, ഈ ഒരു പോസ്റ്റർ. യുദ്ധ രോക്കോ മാനവതാ ബച്ചാവോ, യുദ്ധ രോക്കോ മാനവതാ ബച്ചാവോ. യുദ്ധ മാനവ കാ ദുശ്മൻ, യുദ്ധം മനുഷ്യന്റെ ശത്രുവാണ്. എന്താ, ഹിംസ ചോടോ മാനവത ജോഡോ അല്ലേ, ഹിംസ നിങ്ങൾ എന്ത് ചെയ്യാ, ഉപേക്ഷിക്കൂ, മനുഷ്യത്വം ചേർക്കൂ അല്ലെ. ചോടോ യുദ്ധ ശാന്തിയിലാവോ, ചോടോ യുദ്ധം എന്ത്, ഉപേക്ഷിക്കൂ, ശാന്തി കൊണ്ടുവരൂ. ഇതാണ് മെസ്സേജുകൾ മാത്രമാണ്. അപ്പൊ ഈ ഒരു 4ഓ 5ഓ മെസ്സേജുകൾ മാത്രം എഴുതി ബോക്സ് വരയ്ക്കൽ നിർബന്ധമാണ്. പോസ്റ്ററിന് ലേ ഔട്ട് വരയ്ക്കൽ നിർബന്ധമാണ്. വേറെ ഒന്നിനും ലേ ഔട്ട് ഇല്ലെങ്കിലും പോസ്റ്റർ നിർബന്ധമായിട്ടും ലേ ഔട്ട് ഉണ്ടായിരിക്കണം. ആ ലേ ഔട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, മാർക്ക് തരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ പോസ്റ്റർ എൻട്രി നടത്തിയാൽ 1 മാർക്കാണ്, മറ്റുള്ള കാര്യങ്ങൾ എഴുതിയാൽ ബാക്കി 3 മാർക്ക്, ടോട്ടൽ 4 മാർക്കിന്റെ ഒരു ചോദ്യമായിരിക്കും. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമുക്കൊരു കവിത നോക്കാം. മേരി ദുനിയാ കെ തമാം ബച്ചെ അല്ലെ, ആരുടെ കവിതയാണ്, അദ്നാൻ കഫീൽ ദർവേഷ്. ദർവേഷ് നാട്ടോ, ദക്കേഷ് എന്നല്ല, ദർവേഷ്. അദ്നാൻ കഫീൽ ദർവേഷിന്റെ ഒരു കവിതയാണ് മേരി ദുനിയാ കെ തമാം ബച്ചെ. എൻ്റെ ലോകത്തിലെ മുഴുവൻ കുട്ടികളും. ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ എന്തെല്ലാം വിക്രസുകൾ ചെയ്യും അല്ലെ, ചുമരിലേക്ക് എന്ത് ചെയ്യും, കുത്തി വരയ്ക്കും, നടന്നു പോണ വഴിയിലുള്ള എന്ത് സാധനങ്ങളോട് നമ്മൾ എന്ത് ചെയ്യും, സംസാരിക്കും. ചെറിയ കുഞ്ഞുങ്ങളാവുമ്പോൾ അതൊക്കെ വലുതാവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറി വരും. അതാണ് നമ്മുടെ സ്വഭാവത്തിലുണ്ടാവുന്ന മാറ്റം എന്ന് പറയുന്നത്. നോക്കുക, അതാണ് ഈ കവിതയിലുള്ളത്. കുട്ടികളുടെ സ്വഭാവം എന്താണ് എന്നുള്ളതാണ്. നോക്കൂ, ഹിന്ദി के സമകാലീന കവിയോ में ശ്രീ അദ്നാൻ കഫീൽ ദർവേഷ് का प्रमुख स्थान है. ഹിന്ദിയിലെ സമകാലീന കവികളിലെ അദ്നാൻ കഫീൽ ദർവേഷിന് പ്രമുഖമായ സ്ഥാനമുണ്ട് അല്ലേ. अनेक पुरस्कारों से सम्मानित है. उनकी बहुचिंतक कविता है मेरी दुनिया के तमाम बच्चे. വളരെയധികം ചിന്തിക്കപ്പെട്ട ഒരു കവിതയാണ് ഇത്, മേരി ദുനിയ കെ തമാം ബच्चे. इस कविता में बच्चे की मासूम दुनिया का चित्रण है. दुनिया के सभी बच्चे मिलकर एक नई दुनिया बनाना चाहता है. എന്താ പറയുന്നത്, ദുനിയാ കെ സഭി ബच्चे മിൽക്കർ, ലോകത്തിലെ എല്ലാ കുട്ടികളും ചേർന്നിട്ട്, ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഏക് നയി ദുനിയ ബനാന ചാഹത്തെ ഹെ, ഒരു പുതിയ ലോകം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉൻകി ദുനിയാ മേ പ്രേമ, ഖേൽ, പ്രകൃതി ഓർ ആസാദി കി പ്രമുഖത ഹെ. അവരുടെ കളികൾ എന്തൊക്കെ ഉണ്ടായിരുന്നു, ഇൻകി ദുനിയാമേ, അവരുടെ ലോകത്ത് സ്നേഹം, കളി, പ്രകൃതി ഓർ ആസാദി, ഇതെല്ലാം ഇമ്പോർട്ടൻസ് ആയിട്ട് ഉണ്ടായിരുന്നു. നോക്കൂ, ഏക് ദിൻ ദുനിയാ കെ സഭി ബച്ചേക്ക് ഏകത്ര ഹോങ്കെ ഓർ മിൽ ജുൽക്കർ കേലേങ്കി. ഏകത്ര ഹോന എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിച്ച് ചേർന്നിട്ട്. ഏക് ദിൻ ദുനിയാ കെ സഭി ബച്ചെ, ഒരു ദിവസം ലോകത്തിലെ മുഴുവൻ കുട്ടികളും ഏകത്ര ഹോങ്കെ, ഒരുമിച്ച് ചേർന്നിട്ട്, ഓർ മിൽ ജുൽക്കർ ചേർന്നിട്ട്,
ഉൻ ബച്ചോം ഖേലേംഗെ കളിക്കും, ഖേലേംഗെ നമ്മൾ നേരത്തെ ഗ്രാമർ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അതാണ് ഖേലേംഗെ. ഉൻ ബച്ചോം കോ പ്രകൃതി സെ ഗഹര സംബന്ധ്, കുട്ടികൾക്ക് പ്രകൃതിയുമായിട്ട് ആഴത്തിലുള്ള, ഗഹര എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ടുള്ളൊരു ബന്ധമുണ്ട്. വേ ജാൻവരോം ഓർ കീടോം സെ സംവാദ് കരേങ്കി, അവര് മൃഗങ്ങളോടും അതുപോലെ കീടങ്ങളോടും ഒക്കെ സംസാരിക്കും. നമ്മൾ പറഞ്ഞു ചീണ്ടിയോം സെ ബത്തിയായെങ്കിൽ, കുത്തോം സെ ബത്തിയായെങ്കിൽ, യാ സാഫ് സുധരി ദീവാരോം पर रगड़ेंगे, പെൻസിൽ की നോക്ക് സെ रगड़ेंगे, പെൻസിലിന്റെ മുന കൊണ്ട് എന്ത് ചെയ്യുന്നു, ചിത്രം വരയ്ക്കുന്നു ചുമരിലെ. കുത്തിയോം സെ ബത്തിയായെങ്കിൽ, പട്ടികളോട് സംസാരിക്കുന്നു. ഓർ ചീണ്ടിയോം സെ ബത്തിയായെങ്കിൽ, ഉറുമ്പുകളോട് സംസാരിക്കുന്നു. അങ്ങനെ പറഞ്ഞു. അതാണ് ഇവിടെ പറഞ്ഞ എന്താണ്, ജാൻവരോം ഓർ കീടോം സെ സംവാദ് കരേങ്കെ, ജാൻവരോം മൃഗങ്ങളോടും കീടങ്ങളോടും ഒക്കെ എന്ത് ചെയ്യുന്നു, സംവാദ് സംസാരിക്കുക അല്ലെ. ബച്ച യുദ്ധ ഓർ ഹിംസക്ക് വിരോധി ഹെ, ഉണ്ടോ, കുട്ടികൾ എന്താണ്, യുദ്ധവും ഹിംസയൊക്കെ അവർക്ക് വിരോധമാണ്. അവർ അടിപിടി കൂടുക, കൊല്ലുക, ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുന്നില്ല. കുട്ടികളാകുമ്പോൾ അവർക്ക് അതൊന്നും ഇഷ്ടമല്ല. ഇന്നത്തെ കാലത്തെ കുട്ടികളൊന്നും അങ്ങനെയല്ല ശരിക്ക്. ബച്ചെ യുദ്ധ ഓർ ഹിംസക്ക് വിരോധി ഹെ, കുട്ടികള് യുദ്ധത്തിനും ഹിംസയ്ക്കൊക്കെ വിരോധികളാണ്. ടാങ്ക് ഓർ ബന്ദൂക്ക് യുദ്ധ ഓർ ഹിംസക്ക് പ്രതീക്, എന്താണ്, ടാങ്ക് യുദ്ധ ടാങ്കുകളും ബന്ദൂക്കുകളും എന്താണ്, യുദ്ധ ഓർ ഹിംസക്ക് പ്രതീക്, യുദ്ധത്തിന്റെയും അതുപോലെ ഹിംസയുടെയും പ്രതീകമാണ്. ഇൻകോ വേ ഖേൽ മേ ബദൽ ദേങ്കെ, അതൊക്കെ എന്താണ്, കളിയിൽ അവര് മാറ്റുകയാണ് അതൊക്കെ. ബച്ചെ ശാന്തി അഹിംസ പ്രേം സെ ഭരി ദുനിയ ബനാന ചാഹത്താ ഹെ, അപ്പൊ കുട്ടികൾ എന്താണ്, ശാന്തി നിറഞ്ഞല്ലേ, അഹിംസ ആയിട്ടുള്ള, ഹിംസ ഇല്ലാത്ത സ്ഥലം, ഒരു പ്രേം സേ ഭരി സ്നേഹം നിറഞ്ഞിട്ടുള്ള ഒരു ലോകമാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് ഉണ്ടാക്കിയെടുക്കാനാണ് അവര് ശ്രമിക്കുന്നത്. ബച്ചോം കാ ദിൽ ബഡാ ഹോത്താ ഹെ വേ നഫ്രത്ത് ഹി അപ്നാത്തെ ഹെ, എന്താണ്, ബച്ചോം കാ ദിൽ കുട്ടികളുടെ ഹൃദയം എന്താണ്, വളരെ വലുതാണ്. വേ നഫ്രത്ത് നഹി അപ്നാത്ത, അവർ ഒരിക്കലും ആരെയും വെറുക്കാറില്ല. നഫ്രത്ത് കാരണം മീൻസ് വെറുപ്പുണ്ടാവുക അല്ലേ. ബച്ചെ സീമാവും കോ നഹി മാനത്തെ, അതിരുകളൊന്നും ഒരു മാനിക്കുന്നില്ല. ഉൻകെ ലിയേ സബ് സമാൻ ഹെ, അതെല്ലാം അവർക്ക് എന്താണ്, സമാൻ, സമാൻ എന്ന് പറഞ്ഞാൽ ബരാബർ ഹെ. അസീം ആകാശ് ഹി ഉൻകി ദുനിയ ഹെ, അസീം അതിരില്ലാത്ത, സീമയില്ലാത്ത ആകാശം അവരെന്താണ്, അവരുടെ ദുനിയാണ്, ലോകമാണ് അല്ലേ, ആകാശം അവരുടെ ലോകമാണ്. വേ ദീവാരോം കോ ഛേദ് കർക്കെ സീമാവും കോ തോട് ദേങ്കെ, ദീവാർ ചുമരുകളൊക്കെ ഭേദിച്ച് എന്ത് ചെയ്യുന്നു, സീമാവും കോ തോട് ദേങ്കെ, അവരുടെ അതിരുകൾ ഇല്ലാതാക്കണം അല്ലേ. ഈ ചുമര് നമ്മുടെ അതിരാണെങ്കിൽ ഈ ചുമര് നമ്മൾ എന്ത് ചെയ്യുന്നു, തട്ടിമാറ്റി ആ അതിരുകൾ ഇല്ലാതാക്കി നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സീമ എന്ന് പറഞ്ഞാൽ അസീം ആകാശി ഉൻകി ദുനിയ ഹെ വേ ദീവാരോം കോ ഛേദ് കർക്കെ, ഛേദ് കർ എന്ന് പറഞ്ഞാൽ ഭേദിച്ചിട്ട് എന്ത് ചെയ്യുന്നു, സീമാവുംക്കോ തോട് ദേങ്കെ, സീമകൾ അതിരുകളൊക്കെ ലംഘിക്കുന്നു. യഹാം ഏകത ഓർ ഭായിചാരക സന്ദേശം ദേഖ് സക്തേ, ഇവിടെ എന്താണ്, ഒരു ഐക്യവും ഒരു ഭായിചാരയും സാഹോദര്യവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഏ ബച്ചോം കി ശക്തിക്ക് കവിത ഹെ, ഇതെന്താണ്, കുട്ടികളുടെ ശക്തിയുടെ കവിതയാണ് ഇത്. ഏ മാസൂം ക്രാന്തിക്ക് കവിത ഹെ, ഏ ഭവിഷ്യക്ക് ഉമ്മീദ് കി കവിത ഹെ, ഭാവിയുടെ പ്രതീക്ഷയുടെ കവിതയാണ്. കവിതാക്കി ഭാഷ അത്യന്ത സരൾ ഓർ പ്രഭാവശാലി, കവിതയുടെ ഭാഷ വളരെയധികം എന്താണ്, പ്രഭാവശാലിയാണ്. കവിതാക്കി കൽപ്പന ഓർ യഥാർത്ഥ കാ അദ്ഭുത മിശ്രൺ ഹെ, സാങ്കല്പികമായിട്ടുള്ള ഒരു മിശ്രിതമാണ്. ഈ കവിത വർത്തമാൻ സമാജ് സത്ത ഓർ ഹിംസക്ക് വിരുദ്ധ പ്രതിരോധ രക്തി ഹെ, എന്താണ്, വർത്തമാന കാലത്തില് ഹിംസയെ പ്രതിരോധിക്കുന്ന കവിതയാണ് ഏത്, മേരി ദുനിയാക്കെ തമാം ബച്ചെ. ഒരിക്കലും കുട്ടികൾ എന്ത് ചെയ്യുന്ന ആഗ്രഹിക്കുന്നില്ല, യുദ്ധം ആഗ്രഹിക്കുന്നില്ല, അടിപിടി ആഗ്രഹിക്കുന്നില്ല, അവർ സ്നേഹം അല്ലേ, വാത്സല്യം, ഇതൊക്കെയാണ് അവര് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതി വായിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് അടുത്തൊരു പോർഷൻ തുടങ്ങാം. ഏതാണ്, ദോഹെ അല്ലേ, മധുർ വചൻ. ദോഹെ നോക്കാം നമുക്ക്. ഈ ദോഹയിൽ ഒരു 3 മാർക്കിന്റെ ചോദ്യം മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 3 ആളുകൾ എഴുതിയ ദോഹയാണ് നമുക്കുള്ളത്. കബീർ ദാസ്, തുളസിദാസ്, റഹീം. കബീർ ദാസിന്റെയും തുളസിദാസിന്റെയും റഹീമിന്റെയും 3 ദോഹകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 2 മാർക്കിന്റെ ഒരു ആശയം ചോദിക്കും, ഒരു 1 വേർഡ് ക്വസ്റ്റ്യനും ചോദിക്കും. 1 വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മീനിങ്സ് ആണ് നോക്കുക. ആപ്പ, അതിന് നോക്കൂ, ഇതിൽ നോക്കുക. ഏസി ബാണി, ബാണി എന്ന് പറയുന്നത് എന്താണ്, വാണി, വജൻ, ബാണി വാണി വജൻ. ബോലിയെ മൻ കാ ആപ്പ ഖോയ്, ആപ്പ എന്ന് പറഞ്ഞാൽ അഹംഭാവ്, അഹംഭാവ് അഹങ്കാരം ഇല്ലാതാക്കുക എന്നുള്ളത്. നല്ലത് നല്ല സംസാരിക്കുക, മനസ്സിൽ നിന്നുള്ള അഹങ്കാരങ്ങളൊക്കെ കളയുക. അപ്പുന മൻ സീതൾ കരെ, സീതൾ, സീതൾ കാ ഹിന്ദി രൂപ ശീതൾ, ഷാ രാ പോലത്തെ ഷായ ആയിരിക്കും കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക, രാ ശീതൾ, അതാണ് ഏത്, സീതൾ
ശീതൾ എന്നതിന്റെ ഹിന്ദി രൂപമാണ് ശീതൾ. ഓക്കെ, അപ്പുന മൻ ശീതൾ കരെ ഔരൻ കോ മുഗുഹോയ്, ഔരൻ കോ മറ്റുള്ളവർ എന്ത് ചെയ്യാ സന്തോഷിപ്പിക്കാൻ. നോക്കൂ, ഇസ് ദോഹെ കബീർദാസ് कहते हैं कि हम अहंकार छोड़कर विनम्रता से बातें करें. അഹങ്കാർ ചോടുക്കർ, അഹങ്കാർ ചോടുക എന്ന് പറഞ്ഞാൽ അഹങ്കാരം ഉപേക്ഷിച്ചിട്ട് വളരെ ദയാദാക്ഷിണ്യത്തോടു കൂടി സംസാരിക്കുക. വിനമ്രതാസേ ബാത്തേം കരെ മധുർ വചൻ സേ സുനനെ വാലെ ഓർ ബോലനെ വാലെ ദോനും പ്രസന്ന രഹത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? മധുർ വചൻ സേ മധുരമായ സ്വീറ്റ് വോയിസിലൂടെ മധുരമായ വാക്കുകളിലൂടെ സുനനെ വാലെ ഓർ ബോലനെ വാലെ കേൾക്കുന്ന ആളും പറയുന്ന ആളും യാ സുനന വാലെ, സുനനെ വാലെ എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആള്, ഓർ ബോലനെ വാലെ ഓർ പറയുന്ന ആളുകള് ദോനവും പ്രസന്ന രഹത്തെ രണ്ടാളും വളരെയധികം ഹാപ്പി ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ മധുർ വചൻസെ മധുരമായ വാക്കുകളിലൂടെ സുനനെ വാലെ ഓർ ബോലനെ വാലെ ലോക എന്താ ബഹുത്ത് പ്രസന്ന രഹത്തെ ഹെ, പ്രസന്ന ഹാപ്പി ആയിരിക്കും. इसलिए हमें മധുർ വചൻ കാ പ്രയോഗ കർണ ചാഹിയ. അതുകൊണ്ടാണ് മധുര വചനം പ്രയോഗിക്കാൻ പറയാനുള്ള കാരണം. എന്താണ് മധുര വചൻ പ്രയോഗിക്കാനുള്ള കാരണം? എന്താണ്? കേൾക്കുന്ന ആള് സുനനെ വാലെ കേൾക്കുന്ന ആള്, ബോലനെ വാലെ പറയുന്ന ആള് പ്രസന്ന രഹത്ത ഹൈ അല്ലേ, പ്രസന്നമായിരിക്കും എന്നുള്ളത്. അതാണ് ഫസ്റ്റത്തെ ആ 2 വരിയുടെ ആശയം. ഈ 2 വരിയെ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ അടുത്ത വരി. അപ്പൊ കവി ആരാണെന്ന് ഓർത്തിരിക്കണം. ആരാണ്? ബാണി എന്ന് കണ്ടാൽ കബീർദാസ് ഓർക്കുക. അതുപോലെ തന്നെ സൂപ്പ്, മുറം അല്ലെ, സൂപ്പ് എന്ന് പറഞ്ഞാൽ റിഡിൽ, മുറമാണ്. ആ മുറം എന്ന് കണ്ടാലും ആരെ ഓർക്കണം? നമ്മുടെ കബീർദാസിനെ ഓർത്തിരിക്കണം. സൂപ്പ് കച്ചര ബാഹർ നിക്കാൽത്താ ഹെ എന്നാ യാ ഗന്ദഗി കോ ബാഹർ നിക്കാൽനെ കെ ലിയെ സൂപ്പ് കാ പ്രयोग करते. നമ്മൾ വീട്ടിലേക്ക് അരി പാറ്റി എടുക്കാൻ വേണ്ടി അരിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാകും? പൊടിയൊക്കെ വേസ്റ്റ് ഒക്കെ പുറത്തേക്ക് പോകും, നല്ലതിനെയൊക്കെ സ്വീകരിക്കും അല്ലെ. അതാണ് പറയുന്നത്. എന്താണ്? ബുരായിക്കോ ചോടുക്കർ അച്ചായിക്കോ ഗ്രഹൺ കർണേ വാലാ ഹെ സൂപ്പ്. ബുരായി എന്ന് പറഞ്ഞാൽ മോശമുള്ളതിനെ ചോടുക്കർ ഉപേക്ഷിച്ചിട്ട് അച്ചായിക്കോ ഗ്രഹൺ കർണാ ഹെ നല്ലതിനെ സ്വീകരിക്കുന്നു. സൂപ്പ് കച്ചര ബാഹർ നിക്കൽത്താ ഹെ, സൂപ്പ് കച്ചര ബാഹർ നിക, കച്ചര മീൻസ് വേസ്റ്റ് പുറത്തേക്ക് കളയുന്നു. ഓർ അനാജ് അപ്നെ പാസ് രഖത്താ ഹെ, അനാജ് ധാന്യം നമ്മുടെ അടുത്ത് തന്നെ വെക്കുന്നു. ധാന്യം മീൻസ് നല്ലത് നമ്മുടെ അടുത്ത് വെച്ചിട്ട് മോശമുള്ളതിനെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് തള്ളുന്നു. ഇസി പ്രകാർ സജ്ജൻ ബുരായിക്കോ ത്യാഗ് കർ, സജ്ജൻ നല്ല മനുഷ്യരെ ബുരായിക്കോ ത്യാഗ് കർ, ത്യാഗ് എന്ന് പറഞ്ഞാൽ ത്യജിക്കുക, ഇല്ലാതാക്കുക, കളഞ്ഞിട്ട് ചോടുക്കർ അച്ചായിക്കോ ഗ്രഹൺ കർത്തേ ഹേ, സജ്ജൻ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യര് അല്ലെ, നല്ല ആളുകളെ ബുരായിക്കോ ത്യാഗ് കർ, ബുരായി മോശമുള്ളതിനെ ത്യാഗ് കർ, ത്യാഗ് കർണ മീൻസ് ത്യജിക്കുക, ഇല്ലാതാക്കിയിട്ട് അച്ചായിക്കോ ഗ്രഹൺ കർത്തേ ഹേ നല്ലതിനെ സ്വീകരിക്കുന്നു. ഓക്കെ, മുറം എന്തിനുള്ളതാണ്? അച്ചായിക്കോ ഗ്രഹൺ കർക്കെ ബുരായിക്കോ ചോട് ദേത്താ ഹെ. ഇസി പ്രകാർ ഹെ സജ്ജൻ കാ സ്വഭാവ്, സജ്ജന്റെ നല്ല മനുഷ്യന്റെ സ്വഭാവം എന്തായിരിക്കും? ബുരായിക്കോ ചോടുക്കർ അച്ചായിക്കോ ഗ്രഹൺ കർത്താ ഹെ അല്ലെ. അതാണ്. നെക്സ്റ്റ് നോക്കൂ, തുളസിദാസ് എന്ന് പറയുന്നുണ്ട്. തുളസിദാസ് പറഞ്ഞു നോക്കൂ, ദയാ ധർമ്മ കാ മൂൽ ഹെ. ദയ എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ ആരാധനയുടെ അടിസ്ഥാനമാണ്. ദയ ധർമ്മ കാ ആധാർ ഹെ. ആധാർ എന്ന് പറഞ്ഞാൽ ബേസ് ഓഫ് അല്ലെ, ബേസ് ആണ് എന്ത്? ദയ എന്ന് പറയുന്നത് എന്തിന്റെ? ധർമ്മത്തിന്റെ, ആരാധനയുടെ. അഹങ്കാർ പാപ് കാ ആധാർ ഹെ. അഹങ്കാരം പാപത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താണ്? അഹങ്കാരികളായിരിക്കും പാപികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇസ്ലിയെ ദയാക്കോ കബി നഹി ചോർനാ ചാഹിയ. കബീർദാസ് തുളസിദാസ് പറയുകയാണ്, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ദയ ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം ദയ എന്താണ്? നമ്മുടെ ധർമ്മത്തിന്റെ അടിസ്ഥാനമാണ്. ധർമ്മ का आधार है दया ले, अहंकार पाप का आधार है. इसलिए तुलसीदास हमें कहते हैं कि दया न छोड़िए, अहंकार छोड़कर दया स्वीकार करें എന്ന് തുളസിദാസ് നമ്മളോട് പറയുകയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, നെക്സ്റ്റ് 2 ലൈൻസ് നോക്കുക. സജീവ് വൈദ്യ ഗുരു തീനി ജ്യൂം. സജീവ് സെക്രട്ടറി അല്ലെ, മന്ത്രി. വൈദ്യ ഗുരു, വൈദ്യ മീൻസ് ഡോക്ടർ. ഓർ ഗുരു തീനി ജ്യോ പ്രിയ ബോലഹി ബൈ ആസ് അല്ലെ. മന്ത്രി ആയാലും വൈദ്യനായാലും ഗുരു, ഈ 3 ആളും അപ്പനെ കർത്തവ്യം കോ പാലൻ കർണാ ചാഹി. ഇവരൊക്കെ എന്താണ്? അവരുടെ ഡ്യൂട്ടി ചെയ്യുകയാണ് അല്ലെ, അവർ നല്ല ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. മന്ത്രി, വൈദ്യ ഓർ ഗുരു, ഇൻ തീനോം കോ അപ്പനെ കർത്തവ്യം കാ പാലൻ കർണാ ചാഹിയെ. അവരുടെ കർത്തവ്യങ്ങൾ
എന്ത് ചെയ്യാണ്? കർത്തവ്യം എന്ന് പറഞ്ഞാല് അവരുടെ ഡ്യൂട്ടീസ് എന്ത് ചെയ്യുന്നു? പാലിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു. ഡർ യാ ലോഭ് സേ കേവൽ പ്രിയ ബാത്തേം കരേഗെ തോ ദേശ് ശരീർ ഓർ ധർമ്മ നഷ്ട ഹോ ജാത്തെ. എന്താണ് ഇത്? പ്രത്യേകം ശ്രദ്ധിക്കണം. ഡർ യാ ലോഭ് അല്ലെ, ഡർ എന്ന് പറഞ്ഞാൽ പേടി, നഷ്ടം അല്ലെ, നമുക്ക് മോഹഭംഗം ഇതൊക്കെ ഉണ്ടാവുന്നത്. കേവൽ പ്രിയ ബാത്തോം കരേഗെ തോ ദേശ് ശരീർ ഓർ ധർമ്മ നഷ്ട ഹോ ജായെ. ഇതൊക്കെ എന്താണ്? നമ്മുടെ ശരീരവും അതുപോലെ മനസ്സും നമ്മുടെ രാജ്യമൊക്കെ നഷ്ടപ്പെടുത്തുകയാണ്. സച്ചേ മാർഗദർശൻ മേ അപ്രിയ ബാത്തോം ഭി ഹോത്തി ഹെ. സച്ചേ മാർഗദർശൻ, സച്ചേ നല്ലതായിട്ടുള്ള മാർഗദർശനിലെ അപ്രിയ ബാത്തേം ഭി ഹോത്തി ഹെ. സജീവ് ചികിത്സക് ഓർ ശിക്ഷക് സമാജ് കാ മാർഗദർശൻ കർണേ വാലാ ഹെ. സജീവ് മന്ത്രിയും അതുപോലെ ചികിത്സക് ഡോക്ടറും ഒക്കെ എന്ത് ചെയ്യാണ്? നമ്മുടെ ശിക്ഷക് സമാജ് കാ, ശിക്ഷക് സമാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാഭ്യാസ സമൂഹത്തിന്റെ ശിക്ഷക് അല്ലെ, സജീവ് മന്ത്രി, ചികിത്സക് ഡോക്ടർ, ശിക്ഷക് അധ്യാപക്, സമാജ് കാ മാർഗദർശൻ സമൂഹത്തിന്റെ ഒരു മാർഗദർശനം അല്ലെ, സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു മാർഗദർശിയായിട്ട് ചെയ്യുന്ന ആളുകളാണ് എന്ത്? സജീവ്, ചികിത്സക്, ശിക്ഷക്. ഓക്കെ, ഇത്രയും ആളുകൾ അങ്ങനെ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇതെന്തായാലും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ദയ ധർമ്മ മൂൽ ഹേ എന്നുള്ളത്. നെക്സ്റ്റ് റഹീം പറയാണ് മൻ മോത്തി അരു ദൂത് രസ് ഇൻകി സഹജ് സുഭായ്. അപ്പൊ സുഭായ് എന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം. വൺ വേർഡ് ക്വസ്റ്റ്യൻ. സുഭായ് സ്വഭാവ്, സ്വഭാവ്, സുഭായ് സ്വഭാവ് അല്ലെ. സുഭായ് എന്ന് പറഞ്ഞാല് സ്വഭാവമാണ്. ഫട്ട് ജായത്തോ നാ മിലേ കോഡിൻ കരോ ഉബായ് അല്ലെ. മൻ മോത്തി ഇവിടെ പറയുന്നതാണ് മനസ്സ്, മോത്തി ഫൂൽ, ദൂത് और रस अपनी सहज अवस्था में पवित्र होते. അവരുടെ എന്താണ്? മൻ മോത്തി അരു ദൂത് രസ്. മൻ മനസ്സ്, മോത്തി മുത്തുകള്, അരു എന്ന് പറഞ്ഞാൽ പൂക്കള്, ദൂത് പാല്, രസ് തേന്, ഇൻകി സഹജ് സ്വഭാവം. ഇതിനൊക്കെ എന്തുണ്ട്? സ്വാഭാവികമായിട്ടുള്ള ഒരു ഗുണമുണ്ട്, സ്വഭാവമുണ്ട്. ഫട്ട് ജായേത്തോ ന മിലേ, അത് കേട് വന്നു കഴിഞ്ഞാൽ കൂട്ടിച്ചേർക്കാൻ പറ്റുകയില്ല. കോഡിൻ കരോ ഉബായ്. യദി ഏക് ബാർ ഫട്ട് ജായേത്തോ കരോടോ ഉബായ് കർണേ ബി സഹജ് രൂപമേ വാപ്പസ് നഹി കർത്ത. എന്താണ്? അതൊന്ന് അഥവാ കേട് വന്നു കഴിഞ്ഞാൽ, ഏത്? ഫട്ട് ജായേത്തോ കേട് വന്നു കഴിഞ്ഞാൽ കോടി തവണ കരോടോങ്കോ ഉബായ് കർസേ സഹജ് രൂപമേ സ്വാഭാവിക രൂപത്തിലേക്ക് മാറ്റി വരുത്താൻ സാധിക്കാത്ത ഒന്നുകളാണ് ഏത്? മൻ, മോത്തി, അരു, ദൂത്, രസ് അല്ലെ. മനസ്സ്, മുത്തുകള്, അരു എന്ന് പറഞ്ഞാൽ എന്താണ്? പൂക്കള്, ദൂത്, പാല്, രസ്, തേൻ എന്നാണ് ആര് പറയണത്? റഹീം നമ്മളോട് പറയുന്നത്. റഹിമാൻ ദാഗ പ്രേമക മത് തോടോ ചട്കായ് ടൂട്ടെ ഫൈ ഫിർന ജുരേ ജുരേ ഗാണ്ട്. അപ്പൊ പറയാണ് ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയാണ്. ഇപ്പൊ നോക്കുക, ഏത്? മനസ്സ്. റഹീം ധാഗ പ്രേമിക്ക, പ്രേമമാകുന്ന മനസ്സിന്റെ എന്താ? പ്രേമമാകുന്ന ചരട് മത് തോരോ ചട്ടുക്ക, അതിനെന്ത് ചെയ്ത്? പൊട്ടിക്കരുത്. അഥവാ പൊട്ടിച്ചു കളഞ്ഞാൽ എന്തുണ്ടാവും? അത് രണ്ടും ഇങ്ങനെ കെട്ടിവെച്ചാൽ എന്തുണ്ടാവും? മുഴ പോലെ ഇരിക്കും അല്ലെ. അതാണ് ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും കവി പറയുന്നത്. റഹീം ജി ഇസ് ദോഹെ മേ പ്രേം ഓർ റിശ്തോം കി കോമളത കോ ദർശാത്തെ ഹെ. പ്രേമ സ്നേഹത്തിന്റെയും സ്നേഹബന്ധത്തിന്റെ ഒരു കോമളത, നൈർമല്യമാണ് ഇവിടെ കാണിക്കുന്നത്. വേ കഹത്തെ ഹെ കി പ്രേമ കാ ധാഗ ബഹുത് കോമൾ ഹോത്താ ഹെ. സ്നേഹത്തിന്റെ വള്ളി വളരെ കോമളമാണ് എന്ന് പറയാണ്. ഇസ് ധാഗെ കോ കബി നഹി തോർന ചാഹിയെ. ഈ ചരട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? പൊട്ടിച്ച് വലിച്ചെറിയരുത്. ഏക് ബാർ ടൂട്ട് ജായേ തോ ഫിർ ജോഡന മുഷ്കിൽ ഹെ. ഒരു തവണ ആ സ്നേഹം പൊട്ടിപ്പോയാൽ പിന്നെ അത് കൂട്ടിച്ചേർക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും. മുഷ്കിൽ എന്ന് പറഞ്ഞാൽ പ്രയാസം. അഗർ ജുഡ് ബി ജായേ തോ, അഥവാ ഇനി കൂട്ടിച്ചേർത്താലോ ഉസ്മേ ഗാണ്ട് പട് ജാത്തി, അവിടെ എന്തുണ്ടായിരിക്കും? വലിയൊരു മുഴ പോലെ ഉണ്ടായിരിക്കും, കെട്ട് പോലെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിൽ നിന്നും ഒരു മാർക്കിന്റെ ഒരു ചോദ്യവും ഈ രണ്ട് വരിയുടെ ആശയവുമായിട്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. നന്നായിട്ട് വായിക്കുക, പ്രിപ്പയർ ചെയ്യുക, എഴുതുക. ഓക്കെ ഓക്കെ ഇനി നമുക്കൊരു വ്യാകരണ കാര്യത്തിലേക്ക് പോകാം. നോക്കൂ, വ്യാകരൺ അല്ലെ പരീക്ഷയ്ക്ക് എന്തായാലും നിർബന്ധമായും ചോദിക്കുന്ന ഒരു മാർക്കിന്റെ ഒരു ചോദ്യമാണ് ഏത്? വ്യാകരൺ. സർവനാം. ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും സർവനാം കോൻസാ ഹേ, സർവനാം കോൻസാ ഹേ എന്ന് ചോദിക്കും അല്ലേ. നോക്ക, സർവനാം കോൻസാ ഹെ, സർവനാം. അപ്പൊ സർവനാം ചോദിക്കുമ്പോ ഇങ്ങനെ ചോദിക്കേണ്ടാക ഉസ്കാമേ നിഹിത സർവനാം കോൻസാ ഹെ. ഉസ്കാമേ നിഹിത സർവനാം കോൻസാ ഹെ ചോദിക്കുക. അപ്പൊ നോക്ക, ഉസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഉസ് ആണ് നമ്മൾ കണ്ടതെങ്കിൽ അതിന്റെ സർവനാമം ഏതായിരിക്കും? വോ ആയിരിക്കും. ഓക്കെ, ഉസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ സർവനാമം വോ ആയിരിക്കും. അപ്പൊ സർവനാം കോൻസാ ഹെ ചോദിക്കുമ്പോൾ നമ്മള് വോ എന്ന് മാത്രം എഴുതിയാൽ മതി അല്ലെ. ഉസ് കാണു കഴിയുമ്പോൾ വോ. ഇവിടെ ശ്രദ്ധിക്കുക, ഇന്ന് നോക്കുക, വോ
പ്ലസ് ക ഉസ്ക. മൂന്നാമതായിട്ട് അക്ഷരം വന്നിട്ടതാണ് നോക്കുക. മൂന്നാമതായിട്ടുള്ള അക്ഷരങ്ങളൊക്കെ എന്താണ്? അതിന്റെ വിഭക്തി പ്രത്യയങ്ങളാണ്. കാരകീയ വിഭക്തി പ്രത്യയമാണ് മൂന്നാമതായിട്ട് വരിക അല്ലെ. ഇങ്ങനെ മൂന്നാമതായിട്ട് അക്ഷരത്തെ കാണുന്നില്ലെങ്കിൽ അതിന്റെ വിഭക്തി പ്രത്യയം കോ ആയിരിക്കും. മൂന്നാമതായിട്ട് അക്ഷരം കാണുന്നില്ലെങ്കിൽ അതിന്റെ വിഭക്തി പ്രത്യയം കോ ആയിരിക്കും. നമുക്ക് വിഭക്തി പ്രത്യയം ഇത്രയും നാളായിട്ട് ചോദിച്ചിട്ടില്ല. 10ാം ക്ലാസ്സിലെ ഓണ പരീക്ഷ കഴിഞ്ഞു, ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു, മോഡൽ എക്സാം കഴിഞ്ഞപ്പോഴും ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സർവനാം കോൻസാഹെ, സർവനാം, സർവനാമം ഏതാണ്? അപ്പൊ അതിലെ സർവനാമം എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതണം? ഇത് മാത്രം എഴുതിയാൽ മതി. ഈ ഒരു സംഗതി മാത്രം, പ്ലസ് ഇട്ട് എഴുതരുത്. ഇത് സംഗതി മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഈ ഒരു സംഗതി മാത്രം. അല്ലേ, അത് നോക്കുക. അതുപോലെ തന്നെ മേം എന്നുള്ളത് സർവനാമമാണ്. മേം പ്ലസ് ക മേര. അപ്പൊ കാക്കേക്ക് വരുമ്പോ രാരേരി, കാക്കേക്ക് രാരേരി. മേന്റെ കൂടെ കാ ചേരുമ്പം മേര അല്ലെ. രായിൽ അവസാനിക്കുകയാണ് ഇതിന്റെ വിഭക്തി പ്രത്യയം ക. രയിൽ അവസാനിക്കുമ്പോൾ വിഭക്തി പ്രത്യയം കെ, റിയിൽ അവസാനിക്കുമ്പോൾ വിഭക്തി പ്രത്യയം കി. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നോക്കാം. അപ്പം യഹ്, ഇസ്സിൽ തുടങ്ങുന്ന വാക്ക്, ഇസ്സിൽ തുടങ്ങുന്ന വാക്കാണെങ്കിൽ യഹ് ആയിരിക്കും. ഉസ്സിൽ തുടങ്ങുന്ന വാക്കാണെങ്കിൽ വഹ് ആയിരിക്കും. വോ എന്ന് പ്രൊനൗൺസ് ചെയ്യും. നോക്കാം. ഉസ്, വോ, ഇസ്, യ, ഇൻ, യേ, ഉൻ, വേ, ഉൻ, വേ. മനസ്സിലായല്ലോ. പിന്നെ താ അല്ലെങ്കിൽ തേ ഇതിലൊക്കെ തുടങ്ങുന്ന വാക്കുകളാണെങ്കിൽ തൂ ആയിരിക്കും സർവനാമം. താ അല്ലെങ്കിൽ തേ ഇത് തുടങ്ങുന്ന വാക്കുകളാണെങ്കിൽ തൂ ആയിരിക്കും സർവനാമം. മായിൽ തുടങ്ങുന്ന വാക്കാണെങ്കിൽ മേ ആയിരിക്കും സർവനാമം. ഓക്കെ, മായിൽ തുടങ്ങുന്ന വാക്കാണെങ്കിൽ മേ ആയിരിക്കും സർവനാമം. പിന്നെ തും, ഹം ഇതിന്റെ ഓൾറെഡി അതിൽ തന്നെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും അതിന്റെ സർവനാമം അതായിരിക്കുന്നു. പ്രത്യേകിച്ച് സാധാരണ ചോദിക്കുന്നത് ഉൻ, ചിലപ്പോൾ പരീക്ഷയ്ക്ക് പ്രാവശ്യം ചോദിച്ചേക്കാം. ഉൻമേം, ഉൻമേം നിഹിത്, ഉൻമേമേ നിഹിത് സർവനാം കോൻസാഹേ ഏതായിരിക്കും? ഉൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓർക്കുക, ഉൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ സർവനാമം വേ ആണ്. ഉൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ സർവനാമം ഏതാണ്? വേ ആണ്. വോ, ഉസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സർവനാമം ഏതാണ്? ഉസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സർവനാമം വോ ആണ്, വഹ്. ഇനാ വോ, ഉസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സർവനാമം വഹാണ്. ഉൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ സർവനാമം വേ ആണ്. ഇസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സർവനാമം ഏതാണ്? ഇസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സർവനാമം യേ ആണ്. ഇൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ സർവനാമം യേ ആണ് അല്ലെ. തായിലോ തേയിലോ തുടങ്ങുന്ന വാക്ക് കണ്ട സർവനാമം തൂ ആണ്. മായിൽ തുടങ്ങുന്ന വാക്കാണെങ്കിൽ മേ ആണ്. തും അതുപോലെ ഹമ്മിന്റെയും സർവനാമം അത് തന്നെയാണ്, തും ആൻഡ് ഹം. മനസ്സിലായല്ലോ. ആ ഒരു മാർക്ക് കളയരുത്. ഓക്കെ ഓക്കെ അടുത്തൊരു ഗ്രാമർ പാർട്ടിലേക്ക് നമുക്ക് പോകാം. വിശേഷൻ ശബ്ദ. വിശേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജക്റ്റീവ് അല്ലെ. നാമവിശേഷം നോക്കുക. അച്ഛ, സുന്ദർ, ചോട്ട, നയ, പുരാന, പെഹല, ദൂസര. നോക്കുക, പെഹല ആദ്യത്തെ, ദൂസര രണ്ടാമത്തെ എന്നൊക്കെ പറയുന്നത് എന്താണ്? വിശേഷണ ശബ്ദങ്ങളാണ്. പരീക്ഷയ്ക്ക് 4 വാക്കുകൾ തന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്നും സെലക്ട് ചെയ്യാനാണ് ഉണ്ടാവുക. അത് പ്രത്യേകം മീനിങ്സ് നോക്കി കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക? വിശേഷണ ശബ്ദം അവിടെ എഴുതാൻ. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കും. നമൂനയ്ക്ക് അനുസാർ വാക്യക്കോ ബദൽ കർ ലിഖേം. നമൂനയ്ക്ക് അനുസാർ മാതൃക അനുസരിച്ചിട്ട് വാക്യം മാറ്റി എഴുതുക. അപ്പൊ നോക്കുക, മേം ഹിന്ദി പഠിത്താഹും അല്ലേ. മേ ഹിന്ദി പഠിത്താഹും, മേ ഹിന്ദി പഠിത്താഹും. അതിന്റെ ഒരു മാതൃക തന്നിട്ടുണ്ട്. എന്താണ്? മേം ഹിന്ദി പഠൂങ്ക. मैं हिंदी പഠൂങ്ക. നോക്കൂ, മേ ഹിന്ദി പഠിത്താഹും മേ ഹിന്ദി പഠൂങ്ക എന്ന് തന്നിട്ടുണ്ട് അല്ലെ. മേ ഹിന്ദി പഠൂങ്ക എന്ന് തന്നു. നോക്ക, ഇത് ആദ്യം തന്നിരിക്കുന്ന സംഗതി എന്താണ്? താഹും എന്നതിലാണ് അവസാനിച്ചത് അല്ലെ. താഹും ഇതൊരു നമൂനയാണ്, മോഡലാണ്. ഓക്കെ, ആ താഹും എന്ന് പകരം എന്ത് വരുന്നു? ഊങ്ക എന്നുള്ള വാക്കിലൂടെയാണ് ഇത് അവസാനിച്ചത്. അപ്പൊ ഇതിലേക്ക് താഹും എന്നതിന് പകരം ഊങ്ക ചേർത്ത് കൊടുത്തു. അതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. താഹും എന്നാണെങ്കിൽ, താഹും എന്നാണെങ്കിൽ ഊങ്ക എന്നായിരിക്കും അല്ലേ. താഹും ഊങ്ക ആയിരിക്കും. താഹും ഊങ്ക. താഹുമിൽ അവസാനിച്ച വാക്കിനെ ഊങ്കയായിട്ടോ താഹുംക്ക് പകരം ഊങ്ക ചേർക്കണം. തീഹുമാണെങ്കിലോ ഊങ്കി ആയിരിക്കും അല്ലെ. അപ്പൊ നോക്ക, തും ആണ് സബ്ജക്റ്റ് എങ്കിൽ, തും സബ്ജക്റ്റ് എങ്കിൽ എന്തായിരിക്കണം? തേഹോ എന്നാണ് നമ്മള് ഏതില് വർത്തമാന കാലത്തില്
തേഹോ എന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ, തേഹോ അല്ലെ. അതെന്തായിട്ട് മാറണം? ഓഗെ അല്ലെങ്കിൽ ഓഗി. സ്ത്രീലിംഗം ഓഗി, പുല്ലിംഗം ഓഗയിൽ അവസാനിക്കും. അപ്പൊ അത് പഠിക്കുക. മേം വരുമ്പോ താഹുമാണ് വർത്തമാന കാലത്തിൽ. അതിനെ ഭാവി കാലത്തിലേക്ക് മാറ്റുമ്പോൾ എന്തായിരിക്കണം? ഊങ്ക എന്നായിരിക്കും. മേം പഠ്താഹും മേം പഠൂങ്ക. ഞാൻ പഠിക്കുന്നു, ഞാൻ പഠിക്കും. തും പഠിത്തേ ഹോ, നിങ്ങൾ പഠിക്കുന്നു. തും പഠോഗെ, ഓഗെ കണ്ടോ? ഓഗെ, തും പഠോഗെ, നിങ്ങൾ പഠിക്കും. മനസ്സിലായോ? അതുപോലെ ഏകവചനം വരുമ്പോൾ, ഏകവചൻ വരുമ്പോൾ നോക്കൂ, ഏതായിരിക്കും? താഹെ എന്നായിരിക്കും. ഏകവചൻ വരുമ്പോ താഹെ എന്നായിരിക്കും. അത് നോക്കുക, അതിന്റെ ഭാവി കാലം എന്തായിരിക്കണം? ഏക, ഏക. നോക്കുക, ഏക. താഹേക്ക് പകരം ഏക. രാജു ഹിന്ദി പഠ്താഹെ, രാജു ഹിന്ദി പഠേക. അപ്പൊ അതിന് ചിഹ്നം ചേർത്തിട്ട് എഴുതേണ്ടി വരും കേട്ടോ. എന്നുള്ളതിന്റെ ചിഹ്നം ചേർത്തിട്ട് ചില സമയത്ത് എഴുതേണ്ടി വരും. സ്വരാക്ഷരങ്ങൾ വരുമ്പോൾ, വ്യഞ്ജനാക്ഷരങ്ങൾ വരുമ്പോൾ ചിഹ്നം ചേർത്ത് എഴുതണം. ഓക്കെ, പഠ്താഹേക്ക് പകരം പഠേക. താഹെ മാറ്റി ഏക വന്നു. അതുപോലെ തന്നെയാണ് ബഹുവചനം വരുമ്പോൾ എന്ത് വരും? തേഹേ എന്നാ വരിക. തേ ഹൈ എന്ന് വരുമ്പോ അത് നമ്മൾ എന്താക്കണം? ഏം ഗേ, ഏം ഗേ, ഏം ഗേ. ഒരു കുത്തും കൂടെ കൊടുക്കണം. രാജു और സീത ഹിന്ദി പഠ്തേ ഹൈം. രാജുവും സീതയും ഹിന്ദി വായിക്കുന്നു അല്ലെ, അല്ലെങ്കിൽ പഠിക്കുന്നു. രാജു ഓർ സീത ഹിന്ദി പഠേംഗേ അല്ലെ, അല്ലെങ്കിൽ ലഡ്കെ ഗേന്ദ് ഖേൽത്തേ ഹൈം. ആൺകുട്ടികൾ പന്ത് കളിക്കുന്നു. അപ്പൊ എന്തായിരിക്കും പറയേണ്ടത്? ലഡ്കെ ഗേന്ദ് ഖേലേംഗേ, ഖേലേംഗേ, ഖേലേംഗേ. ഓക്കെ, അതുപോലെ ലഡ്കിയാം, ലഡ്കിയാം ഗീത് ഖാത് ഗാത്തി ഹേ, ലഡ്കിയാം ഗീത് ഗാത്തി ഹൈം. ഓക്കെ, അതെന്താക്കി മാറും? ലഡ്കിയാം ഗീത് ഗായേം ഗി, യേം ഗി. ഒരു കുത്തും കൂടെ കൊടുത്താലേ കറക്റ്റ് ആവുള്ളൂ. ചെറിയ മിസ്റ്റേക്കിന് ഒരു മാർക്ക് പോകും, ഗ്രാമർ ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഒരു നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്രാമർ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യാം? അതുപോലെ നോക്കുക, നമ്മുടെ ഒരു ഗ്രാമർ പാർട്ടിലുള്ളത് ഭൂതകാലമാണ്. താഹേ, താഹേൽ അവസാനിച്ചാൽ ഭൂതകാലത്തിലേക്ക് എന്തുണ്ടാകും? താ ധ എന്നുണ്ടാകും അല്ലെ. ആസന്ന ഭൂതകാലം താ ധ. താഹേക്ക് താ ധ എന്നുണ്ടായിരിക്കും അല്ലെ. താഹേ താ ധ. തീഹേ തീധി. താഹേ താ ധ. തീഹേ തീധി. തീഹൈം തീധീം. അത് ശ്രദ്ധിക്കണം. ലഡ്കിയാം പഠ്തി ഹൈം, ലഡ്കിയാം പഠ്തി ധീം. ധീം ഒരു കുത്തും കൂടെ കൊടുക്കണം. ഓക്കെ, ലഡ്കെ പഠ്തേ ഹൈം, ലഡ്കെ പഠ്തേ ധേ. മനസ്സിലായോ? തേ ഹൈം തേ ധേ. താഹേ താ ധ. തേ ഹേ തേ ധേ. അതുപോലെ തീ ഹേ തീ ധീ, തീ ഹൈം തീ ധീം. ഇത്രയും ഗ്രാമർ പാർട്ടുകളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. ഓക്കെ ഓക്കെ, നമുക്കിനി അടുത്തൊരു ഡിസ്കോഴ്സ് നോക്കാം. പട്കഥ. പട്കഥ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷനില്ല, ഒരു ഓർ ക്വസ്റ്റൻ ഇല്ലാത്ത ഒരു ചോദ്യമാണ്. അതിനൊരു സബ് ക്വസ്റ്റൻ ഉണ്ടാവില്ല. നിർബന്ധമായും എഴുതേണ്ട ഒന്നാണ് ഏത്? പട്കഥ എന്ന് പറയുന്നത്. പട്കഥ എന്ന് പറഞ്ഞാൽ തിരക്കഥ. നമുക്ക് ആകെ ഒരു ദൃശ്യം എഴുതാണ്ടാവുള്ളൂ. ദൃശ്യ നമ്പർ 1. പല കുട്ടികളും പല ദൃശ്യങ്ങൾ, ദൃശ്യം നമ്പർ 1, 2, 3 എക്സെട്ര എന്ന് എഴുതാറുണ്ട്. നമുക്ക് അങ്ങനെ എഴുതാൻ പാടില്ല. ഒറ്റൊരു ദൃശ്യമേ എഴുതാണ്ടാവുള്ളൂ. പട്കഥാക്ക ദൃശ്യം അല്ലേ. പട്കഥ എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പട്കഥ എന്ന് പറഞ്ഞാൽ തിരക്കഥ. എല്ലാ കഥയിൽ നിന്നും കഥ ഉണ്ടായിരിക്കണം നമുക്കൊരു തിരക്കഥ എഴുതണമെങ്കിൽ. അപ്പൊ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഫസ്റ്റ് വൺ ഏതാണ്? ദൃശ്യ നമ്പർ 1 അല്ലേ. നമ്മൾ ചോദ്യ നമ്പർ ഇടുന്നു, ദൃശ്യ നമ്പർ 1 എന്ന് എഴുതുന്നു. അതിനുശേഷം എന്ത് എഴുതണം? സ്ഥാൻ. സ്ഥാൻ എഴുതണം. സ്ഥലം എവിടെയാണ്? ഇപ്പൊ ഫസ്റ്റ് ലെസണിൽ നമുക്ക് എവിടെയാണ് സ്ഥലം? റെയിൽ ഗാഡിമേം അല്ലേ, ട്രെയിനിലാണ് സംഭവം നടക്കുന്നത്. ഒരു യുവതി പിന്നെ എന്താ അവരുടെ ഷോള് വിൽപ്പനയ്ക്കായിട്ട്, കാശ്മീരി ഷോള് വിൽപ്പനയ്ക്കായിട്ട് വന്നൊരു കാര്യമുണ്ട് അല്ലേ. അപ്പൊ നോക്കുക, സ്ഥാൻ. സ്ഥാൻ എഴുതുന്നു, ഡോട്ട് കൊടുത്തിട്ട് സ്ഥലം എഴുതുന്നു അവിടെ. ദെൻ സമയ്. സമയം എപ്പോഴാണ്? നമ്മൾ എപ്പോഴും ഒരു സമയം സുബ 10 ബജെ, സുബ 9 ബജെ എന്നൊക്കെ നമ്മളത് ബൈഹാർട്ടാക്കി വെച്ചാൽ മതി. അപ്പൊ നമുക്ക് അതിന് ബുദ്ധിമുട്ട് വരില്ല. അപ്പൊ നോക്കുക, സ്ഥാൻ സമയ്. സമയം എന്ന് പറഞ്ഞാല് സമയം. സുബഹ്
ദസ് ബജെ എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി, അഥവാ 10 AM. ഇംഗ്ലീഷിലൊന്നും എഴുതരുത്, എല്ലാം ഹിന്ദിയിൽ തന്നെ നമ്മൾ എഴുതാൻ ശ്രമിക്കണം. ഓക്കെ, സമയ് സബേരെ, അതാ സബേരെ മീൻസ് സുബഹ്, സുബഹ് 10 ബജെ യാ 9 ബജെ, 9 എന്ന് പറഞ്ഞാൽ 9. ഓക്കെ, പാത്ര, പാത്ര എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങൾ, ക്യാരക്ടേഴ്സ്. ആ ഓരോ കഥയിലും നമുക്ക് ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് ലെസണിൽ നമുക്ക് 3 കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കും. പതി, പത്നി, യുവതി, പിന്നെ കുട്ടികളാണുള്ളത്, യാത്ര ചെയ്യുമ്പോഴുള്ള കുട്ടികളാണുള്ളത്. കുട്ടികൾക്ക് സാധാരണ നമ്മൾ എഴുതാറില്ല ഇത്രയും കാര്യങ്ങൾ, പതി, പത്നി, യുവതി മാത്രമേ എഴുതാറുള്ളൂ. ബച്ചെ പിന്നെ വെറുതെ കോൺവെർസേഷൻ അതിലില്ല, അതുകൊണ്ട് നമുക്ക് എഴുതി ചേർക്കാറില്ല. ഇനി ചേർത്താലും നമുക്ക് കുഴപ്പമില്ല, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നോക്കുക, പാത്ര, പാത്ര ആരൊക്കെയാണ്? പതി, പത്നി, ബच्चे और ഷോൾ ബേച്ചനെ വാലി യുവതി. അത്രയും നമുക്ക് ഷോൾ ബേച്ചനെ വാലി യുവതി ഒന്നും എഴുതിയില്ലെങ്കിലും എന്തെഴുതാം? യുവതി എന്ന് എഴുതാം അല്ലേ. അപ്പൊ കഥാപാത്രങ്ങള്, അപ്പൊ കഥാപാത്ര ഓർ, പാത്ര ഓർ ഉമ്ര എന്ന് കൊടുക്കുക ഇവിടെ തന്നെ അല്ലേ. എങ്ങനെ നോക്കൂ, പാത്ര ഓർ ഉമ്ര, ആ ഒന്നിച്ച് നമുക്ക് എഴുതാൻ സാധിക്കും. പാത്ര ഓർ ഉമ്ര, പാത്ര ഓർ ഉമ്ര എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് ഒന്നിച്ച് എഴുതാൻ സാധിക്കും, പാത്ര ഓർ ഉമ്ര. അപ്പൊ നമ്പർ 1, ഒന്നാമത്തെ പാത്ര ഓർ ഉമ്ര നമ്പർ 1 എന്ന് എഴുതുന്നു അല്ലെ. നമ്പർ 1 ഒന്നാമത്തെ ആളാരാണ്? പതി എന്ന് എഴുതുകയാണെങ്കിൽ പതി എന്ന് എഴുതി, എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ വയസ്സും കൂടെ എഴുതുക. പതിക്ക് എത്ര വയസ്സ് കൊടുക്കാം? നമുക്കൊരു ഏകദേശം, അതിനകത്ത് വയസ്സ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഏകദേശം നമുക്ക് എത്ര വയസ്സ് കൊടുക്കാം? ഒരു 45 സാൽക്ക, 45 സാൽക്ക അല്ലേ. പതിക്കൊരു 45 സാൽക്ക എന്ന് കൊടുക്കാം. അതുപോലെ പത്നി നമ്പർ 2 പത്നി, പത്നി എന്ന് കൊടുത്താൽ അതിന്റെ വയസ്സ് എഴുതാം നമ്മൾ അല്ലേ. ഇത്ര സാൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ സാധിക്കണം. അതുപോലെ നമ്പർ 3 ആരാണ്? നമ്പർ 3 നമുക്ക് കൊടുക്കാം. ആരെ കൊടുക്കാം? ഈ നമ്പർ 3-ലെ യുവതി അല്ലേ, യുവതി, യുവതി. നോക്കൂ, ഈ യുവതി എന്നുള്ളത് എന്ത് ചെയ്യാം? യുവതി എന്ന് എഴുതി അവരുടെ വയസ്സ്, ഇത് ഏകദേശം വയസ്സ് കൊടുത്താൽ മതി. അപ്പൊ എല്ലാവർക്കും വയസ്സ് എഴുതൽ നിർബന്ധമാണ്. നോക്കൂ, ആയു എന്ന് പറഞ്ഞാൽ വയസ്സാണ്. അപ്പൊ ഇത് സെപ്പറേറ്റ് ആയിട്ട് എഴുതണ്ട, പാത്ര ഓർ ഉമ്ര എന്നാ പറയാം നമ്മള്. പാത്ര ഓർ ഉമ്ര, ഉമ്ര എന്ന് പറഞ്ഞാൽ വയസ്സ്. ഓക്കെ, അത് താഴെ തന്നെ കൊടുത്താണ്, അപ്പൊ അത് വേണ്ട. പിന്നെ നമുക്ക് വേഷ്ഭൂഷ, അത് വശല്ല, വേഷാണ്, വേഷ്ഭൂഷ, ഡ്രസ്സിങ്. അപ്പൊ എല്ലാവർക്കും ഉണ്ടായിരിക്കും, ഡ്രസ്സിങ് ഉണ്ടായിരിക്കും അല്ലെ, നല്ല ഡ്രസ്സ് ആയിരിക്കും. അപ്പൊ നോക്കുക, സാധാരണ ഡ്രസ്സ്, സാധാരണ ഡ്രസ്സ്, സാധാ വസ്ത്ര, സാധാ വസ്ത്ര എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, എല്ലാം നമുക്ക് ഫുള്ളായിട്ടൊന്നും എഴുതാൻ സാധിക്കില്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം? സാധാ വസ്ത്രം എന്ന് എഴുതാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, വേഷ്ഭൂഷ, വേഷ്ഭൂഷ എന്ന് പറഞ്ഞാൽ ഡ്രസ്സിംഗ് ആണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദൃശ്യ നമ്പർ 1, ദെൻ സ്ഥാൻ, സമയ്, പാത്ര, ഉമ്ര, വേഷ്ഭൂഷ. ദെൻ നോക്കുക, വേഷ്ഭൂഷ കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന സംഗതി എന്താണ്? ഘടനയാണ്. ഘടന അല്ലെങ്കിൽ ദൃശ്യക്കാ വിവരണം എന്ന് പറയും. ഏതെങ്കിലും 2 ഉണ്ട്, അതിൽ 2 ഏതെങ്കിലും ഒന്ന് നമ്മൾ എഴുതണം. ഘടന അല്ലെങ്കിൽ ദൃശ്യക്കാ വിവരൺ, ഘടന ഓർ ദൃശ്യക്കാ വിവരൺ, ദൃശ്യ വിവരണം. അപ്പൊ എന്താണ് ദൃശ്യവിവരണം? നമ്മൾ എന്തെഴുതാം? ആ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെ കുറിച്ചിട്ടൊരു തീം, ചെറുതായിട്ടൊരു തീം നമ്മൾ എഴുതണം. അതിന്റെ കണ്ടന്റ് കുറഞ്ഞ രൂപത്തിൽ, ചുരുങ്ങിയ രൂപത്തിൽ ഒരു തീം എഴുതുക. എന്നിവിടെ നോക്കൂ, ഹോഷിയാർപൂർ की ट्रेन यात्रा में शॉल बेचने वाली युवती से पत्नी मोलतोल करके शॉल खरीदती है ले ए होशियारपुर की ट्रेन यात्रा में, होशियारपुरिലെ ട്രെയിൻ യാത്രയിൽ ഷോൾ ബേച്ചനെ വാലി യുവതി സേ, ഷോൾ വിൽക്കുന്ന യുവതിയോട് തോൽമോൽ കർക്കെ, പത്നി തോൽമോൽ കർക്ക, തോൽമോൽ കർക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് ബാർഗെയിൻ ചെയ്യുക, വിലപേശൽ നടത്തിയിട്ട് ഷോൾ ഖരീദത്തി ഹേ, ഷോൾ വാങ്ങുന്നു. ആ ഒരു സംഭവമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ അതുപോലെ ചുരുങ്ങിയ രൂപത്തിൽ ആ എന്തെഴുതാ? കണ്ട ഘടന, ഘടന, ഇൻസിഡന്റ്, എന്താണ് അവിടെ നടക്കുന്ന സംഭവം എന്നുള്ളത് ബ്രാക്കറ്റ് കൊടുത്തിട്ട് വേണം എഴുതാൻ. അതിനുശേഷം നമ്മൾ എന്ത് എഴുതണം? സംവാദ്, ഇവിടെ എഴുതുന്ന മാർജിനോട് ചേർന്ന് സംവാദ് എന്ന് എഴുതണം. സംവാദ് വാചീത്ത് എന്ന് വ്യത്യാസമുണ്ട്. സംവാദ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫീലിങ്സ് കാണിക്കണം ബ്രാക്കറ്റിലിട്ട്. ചില സമയത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കും, ചില സമയത്ത് ചിരിച്ച് സംസാരിക്കും അല്ലേ, ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് സംസാരിക്കും, നിഷ്കളങ്കമായിട്ട് പറയും അല്ലേ, ആശ്രയത്തോടു കൂടി പറയും. ഇങ്ങനെ പല തരത്തിലുള്ള ഫീലിങ്സ് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പൊ ആ ഒരു ഫീലിങ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സംവാദം എന്ന് പ്രത്യേകം കൊടുക്കാനുള്ള കാരണം. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? ഘടനയ്ക്ക് ശേഷം, ഇവിടെ ഘടനയുണ്ട്, ഈ ഘടനയ്ക്ക് ശേഷം എന്ത് എഴുതണം? ഇവിടെ സംവാദ് എന്ന് എഴുതണം.
മനസ്സിലാവുണ്ടോ? സംവാദം എന്ന് എഴുതണം. സംവാദം എഴുതിയിട്ട് ഓരോരുത്തർ പറയുന്ന കാര്യങ്ങൾ അവിടെ എഴുതണം. സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്, എന്താണ്, നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ സാധനങ്ങൾ വിൽക്കുന്നത് എന്നുള്ള കാര്യം അവിടെ ആ യുവതി പറയുന്നുണ്ട്. അപ്പൊ വളരെ നിരാശയോട് കൂടി, സങ്കടത്തോട് കൂടിയിട്ടാണ് ഇത് കാണുമ്പോൾ. പതിക്കും ഭയങ്കര സങ്കടമുണ്ട്. എൻ്റെ അച്ഛനും ഇതുപോലെ പണ്ട് കാലങ്ങളിൽ ട്രെയിനിൽ സാധനങ്ങൾ വിറ്റിരുന്ന ഒരാളാണ്, സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്. അതൊക്കെ എന്താണ്, ദുഃഖ സേ, വളരെ നിഷ്കളങ്കത സേ എന്നൊക്കെ പറഞ്ഞ്, അല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് വേണം ബ്രാക്കറ്റ് ഇട്ട് നമ്മൾ ആ കാര്യങ്ങൾ എഴുതാൻ. ആരാണോ കോൺവെർസേഷനിൽ സംസാരിക്കുന്നത് അവർക്ക് എന്ത് ഫീലിങ്സ് ആണോ ഉള്ളത് അത് അവിടെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. നടുക്കോ ലാസ്റ്റോ സ്റ്റാർട്ടിങ്ങിലോ ബ്രാക്കറ്റിൽ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആകും. അതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. മനസ്സിലായോ? അപ്പോൾ പട്കഥ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പട്കഥയ്ക്ക് ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഇല്ല. നമ്മൾ നിർബന്ധമായും എഴുതേണ്ട ഒരു ചോദ്യമാണ് 4 മാർക്കിൻ്റെ ചോദ്യം. ഈ 4 മാർക്കിൻ്റെ വിട്ടുപോയ ബാക്കി നമുക്ക് 36 മാർക്കേ കിട്ടുള്ളൂ. ആ 36 മാർക്ക് കിട്ടിയെങ്കിൽ നമുക്ക് A+ വരികയുള്ളൂ. മനസ്സിലായോ? അപ്പൊ എന്തായാലും നിർബന്ധമായും ഇത് നിങ്ങൾ പഠിക്കണം. ഓരോ പാഠഭാഗത്തു നിന്നും നിർബന്ധമായും പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് ഈ ഖിഡ്കി എന്ന് പറഞ്ഞ ലെസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും അതിൽ നിന്ന് ഈ ഒരു ചോദ്യം ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പൊ നിങ്ങൾ നല്ലപോലെ പഠിക്കണം. പട്കഥ എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? പട്കഥ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൃശ്യ നമ്പർ 1, ദെൻ സ്ഥാൻ, സമയ്, പാത്ര, ഉമ്ര. കേട്ടോ, പാത്ര / ഒരു വര കൊടുത്തിട്ട് ഉമ്ര എന്ന് എഴുതണം. എന്നിട്ട് നമ്പർ 1 ആരാണോ ഫസ്റ്റ് അവരെഴുതുക. ഇത്ര സാൽക്ക, സാൽക്കി അല്ലെങ്കിൽ സാൽക്ക എന്ന് എഴുതുക. ഓക്കെ, ഇത്ര വയസ്സ്. ദെൻ നെക്സ്റ്റ് ആരാണ്? അത് കഴിഞ്ഞാൽ അടുത്ത ആള്. നമ്പർ 1 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 2 ആരാണ്? പത്നി. പത്നിക്ക് ഇത്ര വയസ്സ് അവിടെ എഴുതണം. ദെൻ നമ്പർ 3 യുവതി, ഇത്ര വയസ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ എഴുതി ചേർക്കാം. അപ്പോൾ ഇതൊരു എക്സ്ട്രാ കോളം നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ദെൻ വേഷ്ഭൂഷ. വേഷ്ഭൂഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രസ്സിങ്. നല്ല ഡ്രസ്സിങ് ഉണ്ടായിരിക്കും, അല്ലേ? സാധാരണ യുവതി ഒരു സാരി ഉടുത്തിട്ടുണ്ട് ഇവിടെ, മറ്റൊരെന്താണ് ചുരിദാറും, കുട്ടികൾ സാധാരണ ഡ്രസ്സുകളൊക്കെയാണ് ധരിച്ചിട്ടുള്ളത്. ട്രെയിൻ യാത്രയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഡ്രസ്സിങ്ങിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദെൻ ഇവിടെ എന്ത് എഴുതണം? ഈ ഒരു ബ്രാക്കറ്റ് കൊടുത്ത് ഘടനയാണ്. ഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? ദൃശ്യക വിവരൺ. മറക്കരുത്, എന്താണ്? ദൃശ്യക വിവരൺ, ദൃശ്യ വിവരണമാണ് ഘടന. അപ്പൊ നമ്മൾ ഘടന എന്ന് എഴുതിയിട്ട് എഴുതണം. ഓക്കെ, അത് കഴിഞ്ഞാൽ സംവാദ്. ഘടനയ്ക്ക് ശേഷം സംവാദ് മാർജിനോട് ചേർന്ന് തന്നെ എഴുതുക. എന്നിട്ടൊരു വര കൊടുക്കുക. എന്നിട്ട് മാർജിനോട് ചേർന്ന് തന്നെ കോൺവെർസേഷൻ എഴുതുക. ചില കുട്ടികൾ ഉണ്ടാകും സംവാദ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എഴുതും കോൺവെർസേഷൻ. അപ്പൊ അതൊരു വൃത്തികേടായിരിക്കും, കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല പേപ്പർ. അപ്പൊ നോക്കുക, മാർജിനോട് ചേർന്ന് തന്നെ എന്ത് ചെയ്യുക, കോൺവെർസേഷൻ എഴുതി തുടങ്ങുക. ആ കോൺവെർസേഷൻ കഴിഞ്ഞാൽ ദൃശ്യക സമാപ്തി എഴുതുന്നതിന് പകരം അടുത്ത സെക്ഷൻ എന്താണോ നടക്കുന്നത് അതാണ് നമ്മൾ എഴുതി ചേർക്കേണ്ടത്. അത് നമ്മൾ മാർജിനോട് ചേർന്ന്, കോൺവെർസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മാർജിനോട് ചേർന്ന് ബ്രാക്കറ്റ് ഇട്ട് നമ്മൾ എന്ത് എഴുതണം? മാർജിനോട് ചേർന്ന് ബ്രാക്കറ്റ് ഇട്ട് നമ്മൾ അത് എഴുതി ചേർക്കണം. ഏത്? അടുത്ത സെക്ഷൻ. അപ്പൊ ഈ ഒരു സെക്ഷനിൽ ഷോള് വിൽപ്പനക്കാരിയായ യുവതി എന്ത് ചെയ്യുന്നു? അടുത്ത സെക്ഷനിലേക്ക് അവര് അടുത്ത ഡിബ്ബേമേം ജാത്തി ഹേ, യുവതി അകലെ ഡിബ്ബേമേം ജാത്തി ഹേ എന്ന് എഴുതി അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ ആ ദൃശ്യം അവിടെ എന്താവും? കംപ്ലീറ്റ് ആവും. മനസ്സിലായോ? ദൃശ്യക്ക സമാപ്തം എഴുതേണ്ട ആവശ്യമില്ല. അതല്ല എഴുതേണ്ടത്. എന്ത് ചെയ്യണം? മാർജിനോട് ചേർന്ന്, ഈ കോൺവെർസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മാർജിനോട് ചേർന്ന് ബ്രാക്കറ്റ് ഇട്ട് നമ്മൾ എന്ത് എഴുതണം? അടുത്ത സെക്ഷൻ എന്താണ്? അപ്പൊ ഈ ഒരു ഭാഗത്താണെങ്കിൽ യുവതി അകലെ ഡിബ്ബേമേം ജാത്തി ഹേ, അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. അവിടെയും ഇതുപോലെയൊക്കെ സാധനങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ബേച്തി ഹേ, അല്ലേ? മനസ്സിലായല്ലോ? അപ്പോൾ പട്കഥ നല്ല രൂപത്തിൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നല്ലതുപോലെ പഠിച്ച് നല്ലതുപോലെ എഴുതുക. ഓക്കെ.